മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിലബസ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തത് റിഫ്ലക്ഷൻ, രണ്ടാമത്തത് റിഫ്രാക്ഷൻ, മൂന്നാമത്തത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, ക്ലാസ്സിലേക്ക് പോയാലോ? പോരെ. നോക്കിയോ, റിഫ്ലക്ഷൻ ഒരു എക്സാമ്പിൾ ആണ് ഈ കാണുന്നത്. ഇവിടെ ഒരു എലിഫന്റ് ഉണ്ട്, അതിന്റെ റിഫ്ലക്ഷൻ ഇതാ ഇവിടെയുണ്ട് അല്ലേ, റിഫ്ലക്ഷൻ. ഓക്കെ അല്ലേ, ലൈറ്റ് വരുന്നു ഈ എലിഫന്റിൽ തട്ടുന്നു, ശരിയല്ലേ? അവിടുന്ന് വന്നിട്ട് ഇവിടേക്ക് റിഫ്ലക്ട് ചെയ്യുന്നു, ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്യുന്നു, നമ്മൾ കാണും. ഓക്കെ അല്ലേ, റിഫ്ലക്ഷൻ. നോക്കാം എന്താ സംഗതി എന്ന് റിഫ്ലക്ഷൻ നോക്കാം. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. റിഫ്ലക്ഷൻ ഈസ് ദ ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് അല്ലെ. ലൈറ്റ് തിരിച്ചു വരികയാണ്, അവിടെ പോയിട്ട് തിരിച്ചു വരികയാണ്. നമുക്ക് ലൈറ്റ് റേസ് വെൻ ദേ ഹിറ്റ് എ സർഫസ്, ഒരു സർഫസിൽ പോയി തട്ടുന്ന സമയത്ത് തിരിച്ചു വരിക. നോക്കിയതാണ്ട് ഇതാ ലൈറ്റ് വരുന്നു, ആ ലൈറ്റ് വന്നിട്ട് ഒരു സർഫസിൽ തട്ടി, എന്നിട്ട് എന്ത് ചെയ്യുന്നത്? തിരിച്ചു വരും. ഓക്കെ അല്ലേ, ലൈറ്റ് വരുന്നു, ഒരു സർഫസിൽ തട്ടുന്നു, അതിനുശേഷം തിരിച്ചു വരുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റിഫ്ലക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ ആണോ? റിഫ്ലക്ഷൻ. നോക്ക്, റിഫ്ലക്ഷൻ ഈസ് ദ ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ്. ലൈറ്റ് തിരിച്ചു വരികയാണ് വെൻ ദേ ഹിറ്റ് എ സർഫസ്. എക്സാമ്പിൾ എന്താ നോക്കിയാൽ, നമ്മളൊരു ബോൾ എടുത്തിട്ട് ഒരു ഭിത്തിയിൽ എറിയുന്ന പോലെയുള്ളൂ. ഈസി ആയിട്ടുള്ള കാര്യമാണ്. ആ ബോൾ എടുത്ത് ഭിത്തിയിൽ എറിയുമ്പോൾ ഭിത്തിയിൽ പോയി തട്ടിയിട്ട് തിരിച്ചു വരണം മാതിരിയുള്ളൂ. ലൈറ്റ് അവിടെ ചെന്ന് തട്ടുന്നു, തിരിച്ചു വരുന്നു, ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? യെസ്. നോക്കി എങ്ങനെയാന്ന് നോക്കാം. വെൻ ലൈറ്റ് ഹിറ്റ്സ് എ ഷൈനി ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ബൗൺസസ് ഓഫ് അറ്റ് എ സ്പെസിഫിക് ആംഗിൾ, ഒരു പ്രത്യേക ആംഗിൾ എന്ത് ചെയ്യും? അത് തിരിച്ചു വരാം. ഓക്കെ അല്ലേ, ഇതിനെയാണ് നമ്മൾ അതെന്ന് വിളിക്കുക, റിഫ്ലക്ഷൻ എന്ന് വിളിക്കുക. എക്സാമ്പിൾ ഒരുപാട് നിങ്ങൾക്കറിയാം. നമ്മൾ കണ്ണാടിയിൽ മുഖം നോക്കുന്ന റിഫ്ലക്ഷൻ എക്സാമ്പിൾ ആണ്, അറിയാവുന്ന കാര്യമാണ്, ഒരു കുഴപ്പമില്ല. ഓക്കെ, യെസ്. നോക്കാം, ശ്രദ്ധിച്ചോണേ. ഈ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ടേംസ് ആണ് ഈ കാണുന്നത്. നോക്കിയാൽ എന്തൊക്കെയാ? ഒന്ന് ഇൻസിഡന്റ് റേ, ഇതാണ് ഇൻസിഡന്റ് റേ. രണ്ടാമത്തത് റിഫ്ലക്റ്റഡ് റേ, മൂന്നാമത്തത് നോർമൽ. എന്തൊക്കെയാണ്? ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ. നോക്കാം, ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ എന്താണെന്ന് നോക്കിയാലോ? നോക്കിയേ, ഈ കാണുന്നതാണ് ഒരു സർഫസ്. കണ്ടോ, ഈ കാണുന്ന സർഫസിലേക്ക് ഒരു ലൈറ്റ് വരികയാണ്. ഇതാണ് വരുന്ന ലൈറ്റ്. ഈ വരുന്ന ലൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസിഡന്റ് ലൈറ്റ്. കിട്ടിയോ? വരുന്ന ലൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസിഡന്റ് ലൈറ്റ്. ഓക്കെ ആണോ? വരുന്ന ലൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻസിഡന്റ് ലൈറ്റ്. ഓക്കെ അല്ലേ? ഈ ഇൻസിഡന്റ് ലൈറ്റ് ഈ സർഫസിൽ ഒരു പോയിന്റ് വന്നല്ലേ ഹിറ്റ് ചെയ്തത്? ആണോ? ഇൻസിഡന്റ് ലൈറ്റ് ഈ സർഫസിൽ ഒരു പോയിന്റ് വന്ന് ഹിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ആ പോയിന്റ് നോക്കി, ആ പോയിന്റ് ഈ സർഫസിന് നോർമലായിട്ട് നമ്മളൊരു ലൈൻ വരച്ചു. കണ്ടോ അതായി കാണുന്നത് ഈ ഡോട്ട് ഇട്ട് വരച്ചിരിക്കും. ഓക്കെ, എവിടെയാണോ നമ്മുടെ ലൈറ്റ് വന്ന് വീണത് ആ പോയിന്റിൽ നിന്ന് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഈ സർഫസിന് മുകളിലേക്ക് നമ്മളൊരു ഇമാജിനറി ലൈൻ ഇങ്ങനെ വരച്ചു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമൽ. എന്ത് വിളിക്കും? നോർമൽ. മനസ്സിലായ നോർമൽ എന്താണെന്ന്? നോക്കിയേ, നമ്മുടെ ഇൻസിഡന്റ് റേ ഏത് പോയിന്റിലാണോ വന്ന് ടച്ച് ചെയ്തത് അല്ലെ, ആ ടച്ച് ചെയ്ത പോയിന്റ് ഈ സർഫസിലാണല്ലോ വരുന്നത് അല്ലെ. അപ്പൊ ആ സർഫസിനകത്തും നമ്മൾ എന്ത് ചെയ്ത് ഒരു ഇമാജിനറി ലൈൻ വരച്ച് അതിനെ വിളിക്കുന്ന പേരാണ് നോർമൽ. ഓക്കെ അല്ലേ? ഇനി നോക്കിയതാ ഇൻസിഡന്റ് റേ ഇതുവഴിയാണ് വന്നത്, ആ റേ ഇതാ ഇങ്ങോട്ട് പോകുന്നുണ്ട് അല്ലെ. ഇങ്ങനെ തിരിച്ചു പോകുന്ന റേയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്റ്റഡ് റേ. ഇത് വിളിക്കും റിഫ്ലക്റ്റഡ് റേ. ഓക്കെ ആണോ? മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? നോക്കി എന്തൊക്കെയുണ്ട്? ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ. ഇതെന്താണെന്ന് നോക്കിയാലോ? നോക്കാം, ഉറപ്പിക്കാം. നോക്ക്, ഇൻസിഡന്റ് റേ എന്താ നോക്കിയേ? ദ ഇൻകമിങ് റേ ഓഫ് ലൈറ്റ് ആണ്, വരുന്ന ലൈറ്റ് ആണ്. ദാറ്റ് സ്ട്രൈക്സ് ദ സർഫസ്, ആ സർഫസിനെ സ്ട്രൈക്ക് ചെയ്ത വരുന്ന ലൈറ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻസിഡന്റ് റേ. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ല, ഈസിയാണ്. ഇൻസിഡന്റ് റേ കിട്ടി. അടുത്ത നോക്കിയേ, റിഫ്ലക്റ്റഡ് റേ എന്തായിരിക്കും? ദ റേ ഓഫ് ലൈറ്റ് ദാറ്റ് ബൗൺസസ് ഓഫ് ദ സർഫസ്. ആ സർഫസിൽ നിന്ന് തിരിച്ചു പോകുന്ന ലൈറ്റ് ആണ് എന്ത്? നമ്മുടെ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. വന്ന ലൈറ്റിൽ പോകുന്ന ലൈറ്റ് ആണ്. ഓക്കെ അല്ലേ? നോർമൽ എന്താണ്? നോർമൽ ആൻ ഇമാജിനറി ലൈൻ ഡ്രോൺ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു ടു ദ സർഫസ്. സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ച ഇമാജിനറി ലൈൻ ആണ് അറ്റ് ദ പോയിന്റ് വെയർ ദ ലൈറ്റ് ഹിറ്റ് ചെയ്ത പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്ത് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ച് അതിനെ വിളിക്കുന്ന പേരാണ് നോർമൽ. ഓക്കെ അല്ലേ? ഇത് മൂന്നും സെറ്റ് ആയോ? നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ? നോക്കി, ഈ കാണുന്നതാണ് ഒരു സർഫസ്. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഇതാണ് സർഫസ്. ഓക്കെ അല്ലേ? സർഫസ് മനസ്സിലായി. നോക്കിക്കോണേ, ഈ വരയ്ക്കുന്നതാണ് ഇൻസിഡന്റ് റേ. എന്താണ് ഇൻസിഡന്റ് റേ? ഈ വന്നതാണ് ഇൻസിഡന്റ് റേ. മനസ്സിലായോ? ഓക്കെ, ആ ഇൻസിഡന്റ് റേ വന്ന് ഹിറ്റ് ചെയ്ത് ഇവിടെയാണ് ഈ ഒരു പോയിന്റിലാണ് ഹിറ്റ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിൽ നമ്മൾ എന്ത് വരയ്ക്കും? ആ പോയിന്റിൽ നോക്കി നമ്മുടെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഇമാജിനറി ലൈൻ വരയ്ക്കും. ഓക്കെ അല്ലേ? ആണല്ലോ. വന്ന ഈ ലൈന് അതായത് ഈ വന്ന റേ നമ്മൾ എന്ത് വിളിക്കും? ഇൻസിഡന്റ് റേ എന്ന് വിളിക്കും. ഇതിനെ എന്താ വിളിക്കുക? വന്ന റേ എന്ന് വിളിക്കുക. റേ ഓഫ് ലൈറ്റിനെ ഇൻസിഡന്റ് റേ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഇപ്പൊ വരച്ചതിനെ നമ്മൾ എന്താ വിളിക്കുക? ഇപ്പം വരച്ച ഇമാജിനറി ലൈന് വിളിക്കുന്ന പേരെന്താ?
നോർമൽ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഇനി ഇവിടുന്ന് ബൗൺസ് ചെയ്ത് പോകുന്നുണ്ടല്ലോ, അതാരാ? ബൗൺസസ് ഓഫ് ആരാ? ഇങ്ങനെ ഒരാൾ പോകുന്നുണ്ട്, അയാളെ നമ്മൾ വിളിക്കുന്ന പേര് റിഫ്ലക്റ്റഡ് റേ എന്നാണ്. എന്താണ്? റിഫ്ലക്റ്റഡ് റേ എന്നാണ്. റിഫ്ലക്റ്റഡ് റേ എന്നാണ്. ഓക്കെ അല്ലേ? മനസ്സിലായി? അപ്പൊ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ എല്ലാം വ്യക്തമായെന്നാണ് ഞാൻ വിചാരിക്കുന്ന. സെറ്റ് ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെയാണ്. തിരിച്ചു വാ. ഓക്കെ അല്ലേ? ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ എല്ലാം സെറ്റായി. പ്രശ്നമില്ലേ? ഓക്കെയാണ് ഈ ഒരു സാധനം പറഞ്ഞത്. ഓക്കെ, നോക്കി. ഇനി ഇതിനകത്ത് വരുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും അതുപോലെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനോ പഠിച്ചാലോ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചാലോ? നോക്കിക്കോണേ. ഒന്നുകൂടെ വരയ്ക്കുകയാണ്, ഉറപ്പിച്ചോണം. ഈ കാണുന്നതാണ് നമ്മുടെ സർഫസ്, സംശയമൊന്നുമില്ല. ഓക്കെ അല്ലേ? വരുന്ന ആളെ വിളിക്കുന്ന പേര് ഇൻസിഡന്റ് റേ, ഒരു സംശയമില്ല. ഇവിടെ ആ പോയിന്റ് വന്ന് റേ ഹിറ്റ് ചെയ്ത ആ പോയിന്റ് നമ്മൾ വരച്ച പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇമാജിനറി ലൈൻ, അതിന് വിളിക്കുന്ന പേര് നോർമൽ. അത് മനസ്സിലായി? ഇത് നോർമൽ ആണ്. വന്നത് ഇൻസിഡന്റ് റേ ആണ്, പോയത് റിഫ്ലക്റ്റഡ് റേ ആണ്. എല്ലാവർക്കും മനസ്സിലായി? ശ്രദ്ധിച്ചോണേ, പ്രധാനപ്പെട്ട പോയിന്റ് പറയാണ്. നോക്കിക്കോ, ഈ വന്ന ഇൻസിഡന്റ് റേ നോർമലുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇവിടെ ഈ ആംഗിൾ കണ്ടോ? ഈ ആംഗിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. എന്ത് വിളിക്കും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ത് എങ്ങനെ വേണ്ടില്ല? ഏതെങ്കിലും ലെറ്റർ വെച്ച് കാണിക്കും. ഞാൻ ഇവിടെ ഐ എന്ന് പറഞ്ഞ ലെറ്റർ കാണിച്ച് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിച്ച് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയേ, ശ്രദ്ധിച്ചോണേ. എന്താ പറഞ്ഞേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ വെച്ചിട്ട് സൂചിപ്പിച്ചു. നോക്കിയേ, ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളാണ്. നിങ്ങളൊന്ന് നോക്കിക്കേ, കറക്റ്റ് ആണോ എന്ന് നോക്കിയേ. ആംഗിള് ആരൊക്കെ തമ്മിലുള്ളതാ? ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലേ? ഈസിയാണേ. നമുക്ക് ഇൻസിഡന്റ് റേയും നോർമലും തമ്മിൽ മേക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ ആണേ? ആണ്. അങ്ങനെയാണ്. ശ്രദ്ധിച്ചോണേ. യെസ്. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, അത് ഞങ്ങൾ അങ്ങനെ സൂചിപ്പിക്കുന്നത് സ്മോൾ ലെറ്റർ R കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ശ്രദ്ധിച്ചോ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ നോക്കാം. യെസ്, നോക്കാം. ഇതാണ് നമ്മുടെ റിഫ്ലക്റ്റഡ് റേ ഇതല്ലേ ആണ്. നോർമൽ ഇതല്ലേ. ഇവർ തമ്മിൽ മീക്കുന്ന ഒരു ആംഗിൾ ഉണ്ട്. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. കണ്ടോ? ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. മനസ്സിലായോ? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ ആക്ച്വലി അപ്പൊ എന്താ? നമ്മുടെ റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിൽ മീക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. എന്താണ്? റിഫ്ലക്റ്റഡ് റേ. എന്തേ റിഫ്ലക്റ്റഡ് റേ ഉണ്ട്. അതുപോലെ നോർമലും തമ്മിൽ മീക്കുന്ന ആംഗിൾ അല്ലെ, ഇവർക്കിടയിൽ വരുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വെച്ചാൽ എന്താ? ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേര് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡന്റ് റേയും നോക്കണേ, റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേര് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. നിങ്ങൾക്ക് ഓക്കെ ആണോ? പ്രശ്നമുണ്ടോ? പറയണേ. പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലെന്നാണ് വിചാരിക്കുന്നത്. സെറ്റ് ആയെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ശ്രദ്ധിച്ചോണേ, റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ആംബുലൻസിന്റെ ഒക്കെ ഫ്രണ്ടിൽ പേര് എഴുതിയിരിക്കുന്ന തലതിരിച്ചായിരിക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പക്ഷേ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ ബാക്കിൽ അല്ലെ ആംബുലൻസ് വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മിററിനകത്ത് കൃത്യമായിട്ട് നേരെ ആംബുലൻസ് എന്ന് കാണും, നമ്മൾ സൈഡ് ഒതുക്കി കൊടുക്കും അല്ലെ. റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ കാണുന്നതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അതല്ലേ. യെസ്, നോക്കിക്കോണേ. നമ്മളിനി പഠിക്കാൻ പോകുന്ന റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളാണ്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിക്കാൻ പോകും. ലോസ് ഓഫ് റിഫ്ലക്ഷൻ റെഡി? 2 ലോ ഉണ്ട് നമുക്ക് പഠിക്കാൻ. ഫസ്റ്റ് ലോയും ഉണ്ട്, സെക്കൻഡ് ലോയും ഉണ്ട്. ഫസ്റ്റ് ലോയും ഉണ്ട്, സെക്കൻഡ് ലോയും ഉണ്ട്. നോക്കാം, എളുപ്പമാണ്, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നോക്കിക്കോണേ, ഫസ്റ്റ് ലോ നോക്കാം. നോക്കിയേ, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. കഴിഞ്ഞു, പഠിച്ചാട്ടെ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷന് തുല്യമാണ്. പറഞ്ഞു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഒന്നുകൂടെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ തുല്യമാണ്. പഠിച്ചേ. നോക്കിയോ, ഫസ്റ്റിൽ എന്താ പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ തുല്യമാണ്. ശ്രദ്ധിച്ചോ, എന്താണ് സംഗതി നോക്കാം. നോക്കിക്കോണേ, ഇവിടെ ലൈറ്റ് വരികയാണ്. ഓക്കെ, ഇത് നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ട്. ശ്രദ്ധിച്ചോണേ, ഇവിടെ 30 ഡിഗ്രിയാ മേക്ക് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര? 30. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. ശ്രദ്ധിച്ചോണേ, ഈ കാണുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 30 ആയിരിക്കും. കഴിഞ്ഞു. ഈസി അല്ലേ? അങ്ങനെയാണ് ഇതിന്റെ ഉത്തരം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയതാണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 27 ഡിഗ്രിയാണ്. അങ്ങനെയാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഉറപ്പായിട്ടും പറ. എത്ര കിട്ടണം? 27 ഡിഗ്രി കിട്ടും. ഓക്കെ അല്ലേ? പ്രശ്നമുണ്ടോ? നോക്ക്. അടുത്തത് ഇതോടെ കഴിഞ്ഞാൽ നമ്മൾ നിർത്തുകയാണ്. ഇനി ഇതിനകത്ത് പറയുന്നില്ല. ഇവിടെ നോർമൽ ഉണ്ട്, ലൈറ്റ് വന്നത് ഇങ്ങനെയാണ്. ആംഗിൾ ഓഫ്, ശ്രദ്ധിച്ചോണേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞ് ഞാനൊരു 65 ഡിഗ്രി പറയാണ്. അങ്ങനെയാണ് ആംഗിൾ ഓഫ്
റിഫ്ലക്ഷൻ എത്ര വരേണ്ടത്? ഒരു സംശയമില്ല, എത്ര കിട്ടണം? 65 ഡിഗ്രി കഴിഞ്ഞു. അപ്പൊ ഇവിടുന്ന് മനസ്സിലാക്കണം, ഫസ്റ്റ് ലോ പറയുന്ന ഇത്രയേ ഉള്ളൂ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എന്തിന് തുല്യമായിട്ട് വരണം? ആംഗിൾ ഓഫ് റിഫ്ലക്ഷന് തുല്യമായിട്ട് വരണം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷന് തുല്യമായിട്ട് വരണം. ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? ലോ ഓഫ് റിഫ്ലക്ഷൻ നോക്കിക്കോണേ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ R ആണ്. രണ്ടുപേരും തുല്യമായിട്ടാണ് വരേണ്ടത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ തുല്യമായിട്ട് വരണം. കാര്യം ഈസി അല്ലേ? പ്രയാസമുണ്ടോ? ഒരു പ്രയാസമല്ലേ? ഇവിടെ 65 വന്നാൽ ഇവിടെ 65 വരണം. ഇവിടെ 30 ഡിഗ്രി വന്നാൽ ഇവിടെ 30 ഡിഗ്രി വരണം. ഇവിടെ 27 ഡിഗ്രി വന്നാൽ ഇവിടെ 27 ഡിഗ്രി വരണം. ഓക്കെ അല്ലേ? ആണോ? തിരിച്ചു വാ. ഫസ്റ്റ് ലോ നോക്ക്. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഓൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആയിരിക്കണം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കറിയാം ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ത് കിട്ടുമെന്ന്. ഓക്കെ അല്ലേ? നോക്ക്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആയിരിക്കും. ഓക്കെ, യെസ്. നോക്കിയേ, സെക്കൻഡ് ലോ നോക്കാം. സെക്കൻഡ് ലോ എന്താ പറയുന്നത് നോക്കിക്കോണേ, എളുപ്പമാണ്, ശ്രദ്ധിച്ചോ. സെക്കൻഡ് ലോ പറയുന്നത് നോക്കിയേ, ഈ കാണുന്നതാണ് നമ്മുടെ സർഫസ്. ഇപ്പൊ ഞാൻ കുറെ തവണ വരച്ച് നിങ്ങൾക്ക് ഇത് സെറ്റായി കാണും. നിങ്ങൾക്കറിയാം ഞാൻ ഇനി എന്താണ് വരയ്ക്കാൻ പോകുന്നത്. ഞാൻ എന്താ ഇവിടെ നോർമൽ വരച്ചു, ശ്രദ്ധിച്ചോണേ. ഇതാണ്ട് ഇവിടെ ഞാൻ ആരെ വരച്ച്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ ഇൻസിഡന്റ് ലൈറ്റിനെ വരച്ച്. ശരിയല്ലേ? ഇൻസിഡന്റ് ലൈറ്റിനെ ഞാൻ ഇവിടെ വരയ്ക്കും, എല്ലാവർക്കും അറിയാം. ഇവിടെ ഞാൻ ആരെ വരയ്ക്കും? റിഫ്ലക്റ്റഡ് ലൈറ്റിനെ വരയ്ക്കും. ശ്രദ്ധിച്ചോണേ. സെക്കൻഡ് ലോ പറയുന്നത് റിഫ്ലക്ഷന്റെ സെക്കൻഡ് ലോ എന്താണ് പറയുന്നത് നോക്കാം. റിഫ്ലക്ഷന്റെ സെക്കൻഡ് ലോ പറയുന്നത് എന്താണെന്ന് നോക്കാം. റെഡി? യെസ്. ശ്രദ്ധിച്ചോ, നോക്കിക്കോ. ഞാൻ ഈ വരച്ചിട്ടിരിക്കുന്നത് ബോർഡിലല്ലേ? ഈ ബോർഡ് എന്ന് പറയുന്ന ഒരു പ്ലെയിൻ അല്ലേ? ഈ ബോർഡ് എന്ന് പറയുന്ന ഒരു പ്ലെയിൻ, ശരിയല്ലേ? ആണല്ലോ. ഞാൻ ഇവിടെ നോർമൽ ഈ ബോഡി വരച്ചിട്ടിന് പകരം നിങ്ങളുടെ നേരെ വരച്ചാൽ അതൊരു പ്ലെയിൻ അല്ല. കാര്യം എന്താ? ഇവിടെ ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും അല്ലെ വേറൊരു പ്ലെയിനിലാണ് ആര് കിടക്കാൻ? നോർമൽ കിടക്കാൻ. ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഇൻസിഡന്റ് റേ ഞാൻ വരച്ചിരിക്കുന്ന ബോർഡില്ല, റിഫ്ലക്റ്റഡ് റേ ഞാൻ വരച്ചിരിക്കുന്ന ബോർഡില്ല, നോർമലിനെ വരച്ചിരിക്കുന്ന ബോർഡില്ല. അതായത് ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ, ഇവര് 3 പേരും ഒരേ പ്ലെയിനിനകത്താണുള്ളത്. സെയിം പ്ലെയിനിനകത്താണ് ഇവരെന്ത് ചെയ്യുന്നത്? ഉള്ളത്. അതാണ് പോയിന്റ്. മനസ്സിലായോ? നോടെ, ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ, ഇത് 3 പേരും ലൈ ചെയ്യുന്നത് ഉള്ളത് എവിടെയാണ്? സെയിം പ്ലെയിനിലാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നോക്കിയേ, സെക്കൻഡ് ലോ നോക്കിയേ, ഉറപ്പില് പഠിക്കുക. ഇൻസിഡന്റ് റേ ഉണ്ട്, റിഫ്ലക്റ്റഡ് റേ ഉണ്ട്, നോർമൽ, ഓൾ ലൈ ഇൻ ദ എക്സാക്ട് സെയിം പ്ലെയിൻ. ഒറ്റ സർഫസിലായിരിക്കും ഇവർ 3 പേരും ഉള്ളത്. മനസ്സിലായി? പിടികിട്ടിയോ? 2 ലോയും പഠിച്ചു കഴിഞ്ഞു. എളുപ്പമല്ലായിരുന്നു? മനസ്സിൽ കിട്ടിയോ? ഓക്കെ അല്ലേ? യെസ്. പ്രശ്നമില്ലേ? ഓക്കെ, ഒന്നുകൂടെ നോക്കാം. പഠിച്ചത് തന്നെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ പോവാണ് നമ്മൾ. ഇനി പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഓക്കെയാണ്. നോക്കിക്കോണേ, നിങ്ങൾക്ക് കിട്ടും, വായിക്കുമ്പോൾ തന്നെ കിട്ടും. നോക്കാം. ഫസ്റ്റ് ലോ, according to the first law of reflection, എന്താ പറയുന്നത്? The angle of reflection equals the angle of incidence ആണ്. ഒരു സംശയമില്ല, ഓക്കെയാണ്. രണ്ടാമത് നോക്കാം. അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്താ പറയുന്നത്? ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ടു ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഓൾ ലൈൻ ദ സെയിം പ്ലെയിൻ. പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ഓക്കെ. റിഫ്ലക്ഷന്റെ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ഓക്കെ. യെസ്. നോക്കിയാൽ പ്രധാനമായിട്ടും വരുന്ന മിററുകളാണ് ഇനി പഠിക്കാൻ പോകുന്ന. ബേസിക് ടൈപ്സ് ഓഫ് മിറേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ നോക്കാം. നിങ്ങൾക്കറിയാം. നോക്കിയേ, ഒന്ന് സ്പെറിക്കൽ മിറർ, അതിനകത്ത് തന്നെ വരുന്നതാണ് ഈ കോൺകേവും കോൺവെക്സും. നോക്കാം നമുക്ക് സ്പെറിക്കൽ മിറേഴ്സ് നോക്കാം. സ്പെറിക്കൽ മിറേഴ്സ് ആർ മിറേഴ്സ് ഇൻ വിച്ച് റിഫ്ലക്റ്റിംഗ് സർഫേസ് ഈസ് പാർട്ട് ഓഫ് സ്ഫിയർ. സ്ഫിയറിന്റെ പാർട്ടായിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ വരയ്ക്കുകയാണ്. ശരിക്കും സ്ഫിയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ വരേണ്ട സ്ഫിയർ. ഓക്കെ അല്ലേ? ആണ്. അപ്പൊ സ്പെറിക്കൽ മിററിനകത്ത് വരുന്നത് എന്താ? ഈ സ്ഫിയറിന്റെ പാർട്ടാണ് റിഫ്ലക്റ്റിംഗ് സർഫസുകളായിട്ട് വരുന്നത്. നോക്കിക്കോണം, ഇതിന് എന്തായാലും എന്തുകൊണ്ട് ഒരു സെന്റർ കാണും. സ്ഫിയറിന് ഒരു സെന്റർ കാണും, ശരിയല്ലേ? കാണും. അപ്പൊ ഇതിനോട് ചേർന്ന് നമുക്ക് എന്ത് കാണും? സെന്റർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് കാണും? ഒരു റേഡിയസ് കാണും, ശരിയല്ലേ? ആണോ? ആണ്. ഇതിനകത്ത് ഭാഗങ്ങൾ കട്ട് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഇവിടെ ഞാൻ ഇത്രയും ഭാഗം മുറിച്ചെടുക്കാം, എനിക്ക് ഇങ്ങനെ ഒരു ഭാഗം കിട്ടും, ശരിയല്ലേ? ഇവിടെ നിന്ന് ഞാൻ മുറിച്ചെടുക്കാണ്, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാണ്, എനിക്ക് ഇങ്ങനെ ഒരു ഭാഗം കിട്ടും, ശരിയല്ലേ? ആണോ? ആണ്. തിരിച്ചു പോവാ. അപ്പൊ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് വെച്ചാൽ എന്താ? സ്പെറിക്കൽ മിറേഴ്സ് ആർ മിറേഴ്സ് ഇൻ വിച്ച് റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് സ്ഫിയർ. സ്ഫിയറിന്റെ പാർട്ടായിട്ടാണ് എന്ത് വരിക? റിഫ്ലക്റ്റിംഗ് സർഫസ് വരിക. നോക്കിയേ, ഇതിപ്പോ നമുക്ക് ഇവിടെ വേണേ എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ റഫാക്കി വെച്ച് എന്നുവെച്ചാൽ അവിടെ റിഫ്ലക്ട് ചെയ്യുന്നില്ല. അപ്പൊ നോക്കിയേ, ഇവിടെ വന്നിട്ട് ലൈറ്റ് തട്ടിയിട്ട് അല്ലെ, ഇങ്ങനെ വരുന്ന ഒരു ലൈറ്റ് ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ പോവാം, ശരിയല്ലേ? അപ്പൊ നോക്കി, ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നത് ശരിക്കും സ്ഫിയറിന്റെ പാർട്ടായിട്ടാണ് വരുന്നത്. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചോണേ. ഏതാണ്ട് ഇവിടെ ഞാൻ എന്താ റഫാക്കി വെച്ച് ഇതാണ്ട് ഇങ്ങനെ ഒരു ലൈറ്റ് വരികയാണ്, ഇവിടെ വന്ന് ടച്ച് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യണം? അയാൾ ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യാണ്. മനസ്സിലായോ?
ഓക്കെ അല്ലേ? അപ്പം സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്ഫെറിക്കൽ മിറേഴ്സിനകത്ത് ശ്രദ്ധിക്കണം, സ്ഫെറിക്കൽ മിറേഴ്സിനകത്ത് നോക്കിയേ സ്ഫിയറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ലെ. റിഫ്ലക്ട് ചെയ്യുന്ന ഈ സർഫസ് സ്ഫിയറിന്റെ ഭാഗമാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതിനൊരു സെന്റർ ഉണ്ട്, ഇതിനൊരു റേഡിയസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ അല്ലേ? പ്രശ്നമുണ്ടോ? തിരിച്ചു വായിച്ചു നോക്കുക. സ്ഫെറിക്കൽ മിറേഴ്സ് ആർ മിറേഴ്സ് ഇൻ വിച്ച് റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് പാർട്ട് ഓഫ് എ സ്ഫിയർ. ഓക്കെ അല്ലേ? അതിനകത്ത് വരുന്നതാണ് നമ്മുടെ കോൺകേവ് മിറർ. ശ്രദ്ധിച്ചോണേ, കോൺകേവ് എന്ന് പറയുമ്പോൾ ഒരു ഗുഹ മാതിരിയാണ് അല്ലെ, കുഴി മാതിരിയാണ്. നോക്കാം. കോൺകേവ് മിറർ ഈസ് എ മിറർ ഇൻ വിച്ച് റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഇൻവേർഡ്. അകത്തേക്കായിരിക്കും ഇരിക്കുക. നോക്കിക്കോണേ, ഈ വരച്ച കൂട്ടത്തിലുണ്ട്, എന്നാലും നമുക്ക് പ്രത്യേകം നോക്കാം. നോക്കിക്കോണേ, ഇതാണ് ഒരു സ്ഫിയർ. ആ സ്ഫിയറിനകത്ത് ഞാൻ ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുത്ത്. ഓക്കെ അല്ലേ? നോക്കിക്കോണേ, ഇപ്പൊ ഇത് കർവ് ചെയ്തിരിക്കാം. ഓക്കെ അല്ലേ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ഈ സർഫസ് എന്ന് പറയുന്നത് എന്ത് ചെയ്ത് റഫാക്കി. അപ്പൊ ഇവിടെ ലൈറ്റ് ഒന്നും വേണേൽ റിഫ്ലക്ട് ചെയ്യില്ല. അപ്പൊ നോക്കിക്കോണേ, ഇതാണ് ഇവിടെ നിന്ന് ഒരു ലൈറ്റ് ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ ഒരു ലൈറ്റ് ഇവിടെ വന്ന് വീണിട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്ത് പോവാണ്. ശരിയല്ലേ? ആണല്ലോ. നോക്കിയേ, ഇവിടെ നോക്കിയേ അകത്തേക്ക് വളഞ്ഞിരിക്കുകയാണ്. അതായത് റിഫ്ലക്റ്റിംഗ് സർഫസ് അകത്തേക്ക് വളഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് കോൺകേവ് എന്നാണ്. കോൺകേവ് അല്ലേ? കോൺകേവ് മിറർ എന്നാണ് ഇതിനെ വിളിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? തിരിച്ചു വായിച്ചു നോക്കാം. വായിച്ചു നോക്കിക്കോ. കോൺകേവ് മിറർ ഈസ് എ മിറർ ഇൻ വിച്ച് റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് കർവ്ഡ് ഇൻവേർഡ് ആണ്, അകത്തേക്കാണ് ഇരിക്കുന്നത്. അതല്ലേ നമ്മൾ ഈ ഫിഗറിനകത്ത് കണ്ടത്? അകത്തേക്കല്ലേ ഇരിക്കുന്നത്? ആണ്. ഓക്കെ അല്ലേ? ഇതാക്കി ഈ ഭാഗത്ത് ഞാൻ കട്ട് ചെയ്ത് ഈ ഭാഗം അല്ലെ, ഇത് തന്നെ എടുത്താൽ മതി. ഇത് തന്നെ എടുത്തിട്ട് നോക്കിക്കോണേ, ഞാൻ ഈ കർവ് ചെയ്തിരിക്കുന്ന ഭാഗം എന്താക്കി? റഫാക്കി. ശരിയല്ലേ? അപ്പൊ അവിടെ ലൈറ്റ് വേണാൽ റിഫ്ലക്ട് ചെയ്യില്ല. ഇവിടേക്ക് ലൈറ്റ് വന്ന് വീഴുന്നു. ശരിയല്ലേ? എന്നിട്ട് ഇവിടേക്ക് റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. ഇവിടെ നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമാണ് അല്ലെ. ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഇവിടുന്നാണ് ലൈറ്റ് വന്ന് വീണിട്ട് പോകുന്നത്. ശരിയല്ലേ? ഇങ്ങനെ വന്നാൽ ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് കോൺവെക്സ് മിറർ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? കോൺവെക്സ് മിറർ എന്നാ വിളിക്കുക. ഓക്കെ ആണോ? നോക്കിയാലോ നമുക്ക്. കോൺവെക്സ് മിറർ. കോൺവെക്സ് മിറേഴ്സ് ആർ മിറേഴ്സ് ഇൻ വിച്ച് റിഫ്ലക്റ്റിംഗ് സർഫസ് ആർ കർവ്ഡ് ഔട്ട്വേർഡ് ആണ്. നോക്കിയേ, ശ്രദ്ധിച്ചോണേ. സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത് സ്ഫിയറിന്റെ ഭാഗമാണ്. അതിനകത്ത് കോൺകേവ് എങ്ങനെ വരുന്നത്? അകത്തേക്കാണ് ഇരിക്കുക അല്ലെ, അകത്തേക്കാണ് റിഫ്ലക്റ്റിംഗ് പാർട്ട് ഇരിക്കുക. കോൺവെക്സ് എങ്ങനെ വരുന്നത്? ഇതേ ഫിഗർ തന്നെ പുറത്തേക്കായിരിക്കും തള്ളി നിൽക്കുക. ഓക്കെ അല്ലേ? ഇവിടെ വന്ന് വീണിട്ട് ഇങ്ങനെ പോകുന്നത്, ഇവിടെ വന്ന് വീണിട്ട് ഇങ്ങനെ പോകുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണ്? സംശയമില്ലെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ ആണേ? യെസ്. ഓക്കെ, റിഫ്ലക്ഷൻ എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് ഓക്കെ ആയി? എന്തൊക്കെയാ സംഗതി നോക്കാം. നോക്കിക്കോണേ. അപ്പർച്ചർ. എന്താണ് അപ്പർച്ചർ? നോക്കിക്കോണേ. അപ്പർച്ചർ ഓഫ് എ മിറർ ഈസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് ദ മിറർ ആണ്. നോക്കിയേ, ഞാനിവിടെ ഒരു കോൺകേവ് വരയ്ക്കുകയാണ്, കോൺകേവ് മിറർ വരയ്ക്കുകയാണ്. കോൺകേവ് മിറർ ഞാൻ ഇത്രയും വരച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചോണേ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് അപ്പർച്ചർ എന്ന് പറയുന്നത് എന്താ? ഈ റിഫ്ലക്റ്റിംഗ് സർഫസിനെ വിളിക്കുന്ന പേരാണ്. നോക്കി, അപ്പർച്ചർ ഓഫ് എ മിറർ എന്ന് പറയുന്നത് റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് ദ മിറർ. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ ഇത്രയും ഒരു സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അപ്പർച്ചർ എന്നാ വിളിക്കുക. അപ്പർച്ചർ. മനസ്സിലായോ? അപ്പൊ അപ്പർച്ചർ എന്ന് വെച്ചാൽ എന്താ? റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് എ മിററിനെ വിളിക്കുന്ന പേരാണ് അപ്പർച്ചർ. കിട്ടിയോ? അപ്പർച്ചർ. ഓക്കെ ആണോ? അടുത്ത് നോക്കിക്കോണേ. പോള് പ്രധാനപ്പെട്ടതാണ്. പോള് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പോള് ശ്രദ്ധിച്ചോണേ. എന്താന്ന് നോക്കാം. Pole of the mirror is midpoint of the reflecting surface. നമുക്ക് ഇതൊരു റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. ആ റിഫ്ലക്റ്റിംഗ് സർഫസിന് ഒരു മിഡ് പോയിന്റ് കാണത്തില്ലേ? ഉറപ്പായിട്ടും ഒരു മിഡ് പോയിന്റ് കാണത്തില്ലേ? കാണും. ആ ഒരു മിഡിൽ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. ശ്രദ്ധിച്ചോണേ. ഈ കാണുന്ന റിഫ്ലക്റ്റിംഗ് സർഫസിന് ഒരു മിഡിൽ പോയിന്റ് ഉണ്ട്. ഇവിടെ ആയിട്ടൊരു മിഡിൽ പോയിന്റ് ഉണ്ട്. കണ്ടോ? ഇതാണ് ഇതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. ആണല്ലോ. ആ റിഫ്ലക്റ്റിംഗ് സർഫസ് ശ്രദ്ധിച്ചോണേ. പോൾ ഓഫ് ദ മിറർ എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് ദ മിറർ ആണ്. ആ മിററിന്റെ മിഡ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോള് എന്ന് വിളിക്കും. പോൾ. ഓക്കെ ആണോ? പോൾ. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു കോൺവെക്സിനെ വരയ്ക്കാണ്. കോൺവെക്സ്. ഇപ്പം ഞാൻ വരച്ചത് കോൺകേവ്. ഇത് കോൺകേവ്. ഇവിടെ ഞാൻ പോളിനെ വരച്ചു. ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്ന കോൺവെക്സിന് ഇങ്ങനെ തന്നെ വരയ്ക്കുകയാണ്. ഞാൻ കോൺവെക്സിനെ വരച്ചിട്ട് നിങ്ങൾ നോക്കി, ഇതാണ് ഇത്രയാണ് അപ്പർച്ചർ. അതിന്റെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞ് ഇതാണ്. ഈ മിഡ് പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരെന്താ? പോളെന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? പോളിനെ നമ്മൾ പി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിക്കോണേ. പ്രിൻസിപ്പൽ ആക്സിസ് എന്താണ് നോക്കാം. പ്രിൻസിപ്പൽ ആക്സിസ് ശ്രദ്ധിച്ചോണേ. പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് ദ മിറർ ഈസ് സ്ട്രേറ്റ് ലൈൻ കണക്ടിങ് ദ പോൾ ഓഫ് ദ മിറർ ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ. എന്താണ്? പോൾ ഓഫ് ദ മിററും ശ്രദ്ധിച്ചോണേ. പോൾ ഓഫ് ദ മിററും സെന്റർ ഓഫ് കർവേച്ചറും തമ്മിൽ കണക്ട് ചെയ്യുന്ന പോയിന്റിനെ വിളിക്കുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. എന്താണ്? സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് ദ മിററും പോളും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രേറ്റ് ലൈന് വിളിക്കുന്ന പേരാണെന്ത്? പ്രിൻസിപ്പൽ ആക്സിസ്. ശ്രദ്ധിച്ചോണേ. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം,
എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെ, എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്നുള്ള ചോദ്യം വരും. സെന്റർ ഓഫ് കർവേച്ചർ എന്താണെന്നുള്ള ചോദ്യം വരും. നോക്കിക്കോണേ, എളുപ്പമാണ്. നോക്കിക്കോ, യെസ്, സെന്റർ ഓഫ് കർവേച്ചർ എന്താണെന്ന് പറയാണേ. സെന്റർ ഓഫ് കർവേച്ചർ ഈ സെന്റർ ഓഫ് ദ ഹോളോ സ്ഫിയർ ഫ്രം വിച്ച് മിറർ വാസ് കട്ട്. നോക്കിയേ, ഇതാണ് നമ്മുടെ സ്ഫിയർ. ആ സ്ഫിയറിന് ഒരു സെന്റർ ഉണ്ടല്ലോ, ഉണ്ട് അല്ലെ, അതിന്റെ ഭാഗമായിട്ടല്ലേ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ. നോക്കിയേ, ഇപ്പൊ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. ആരെ വരയ്ക്കാണ്? കോൺകേവിനെ വരയ്ക്കാം. അപ്പൊ ഈ കോൺകേവിനെ വരച്ചാൽ ആ കോൺകേവിന്റെ സെന്റർ ഈ ഭാഗമല്ലേ ആണ്. ഇതാണ് അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ. മനസ്സിലായോ? നോക്കിയേ, ഞാൻ ഇവിടെ കോൺവെക്സിനെ വരയ്ക്കുകയാണ്. ഇങ്ങനെ കോൺവെക്സിനെ വരച്ചാൽ അതിന്റെ ഭാഗം അല്ലെ, ഇതാണ് അതിന്റെ സ്ഫിയറിന്റെ ഭാഗം. അതിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അങ്ങനെയാണ് ഇതാണ് അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ സെന്റർ ഓഫ് കർവേച്ചർ എന്താണെന്ന് കിട്ടി. സെന്റർ ഓഫ് കർവേച്ചർ എന്താണ്? സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് സെന്റർ ആണ്. ആരുടെയാ? നമ്മുടെ ഹോളോ സ്ഫിയറിൻ്റെതാണ് അല്ലെ. അവിടെ നിന്നാണ് നമ്മൾ മിററിന്റെ ഭാഗം കട്ട് ചെയ്തത്. നോക്കി, ഇത്രയും ഭാഗം കട്ട് ചെയ്ത് നമ്മൾ മിറർ ഉണ്ടാക്കിയെടുത്ത്, ഇത്രയും ഭാഗം കട്ട് ചെയ്ത് നമ്മൾ മിറർ ഉണ്ടാക്കിയെടുത്ത്, ശരിയല്ലേ? അപ്പം ഏത് സ്ഫിയറിന്റെ ഭാഗമായിട്ടാണോ ഇത് വരുന്നത്, ഏത് സ്ഫിയറിന്റെ ഭാഗമായിട്ടാണോ വരുന്നത്, അതിന്റെ സെന്ററിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, അങ്ങനെയാണ്. അതിനോട് ചേർന്ന് പഠിക്കുന്നതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ഇപ്പൊ ഞാൻ ഇവിടെ കോൺകേവ് മിറർ വരച്ചു. അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ ഇവിടെയാണുള്ളത്. ഈ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് നമുക്കറിയാലോ, ഈ കാണുന്ന മിററിന്റെ സെന്റർ എന്ന് പറഞ്ഞ് ഇവിടെ അല്ലേ, ഇതല്ലേ പോള് ആണ്. ഇവർ തമ്മിലുള്ള ദൂരമാണ് നമ്മളിപ്പം പഠിച്ചത്. എന്തെന്നാ പഠിച്ചത്? റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ അല്ലേ? റേഡിയസ് ഓഫ് കർവേച്ചർ. നമ്മൾ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ദൂരത്തെ വിളിക്കുന്ന റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ സെന്റർ ഓഫ് കർവേച്ചറും പോളിനകത്തൂടെ കടന്നു വന്ന ലൈൻ വിളിക്കുന്ന ഒരു പ്രിൻസിപ്പൽ ആക്സിസ്. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കുക, ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ദൂരത്തെ വിളിക്കുന്ന പേര് പറ. പോളും ഈ സെന്റർ ഓഫ് കർവേച്ചർ തമ്മിലുള്ള ദൂരത്തെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. എന്ത് വിളിക്കും? റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ അല്ലേ? യെസ്. നോക്കിയേ, സെന്റർ ഓഫ് കർവേച്ചറും പോളിനകത്തൂടെ കടന്നു പോകുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. എന്ത് വിളിക്കും? പ്രിൻസിപ്പൽ ആക്സിസ്. എന്ത് വിളിക്കും? പ്രിൻസിപ്പൽ ആക്സിസ്. എത്ര മെട്ട വേണേലും പറയാം, ശ്രദ്ധിച്ചോണേ. അപ്പൊ റേഡിയസ് ഓഫ് കർവേച്ചർ എന്താ? റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് ദ സെന്റർ ഓഫ് കർവേച്ചർ. പോളും സെന്റർ ഓഫ് കർവേച്ചറും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പറഞ്ഞോ? റേഡിയസ് ഓഫ് കർവേച്ചർ. ക്ലിയർ ആണ്? തിരിച്ചു വാ, ഒന്നുകൂടെ നോക്ക്. പോൾ എന്താ? എക്സാക്ട് ജിയോമെട്രിക് സെന്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് ദ സ്ഫെറിക്കൽ മിറർ. ഓക്കെ, നമുക്ക് സ്ഫെറിക്കൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സ്ഫെറിക്കൽ മിററിന്റെ അല്ലെ, യെസ്, മിഡ് പോയിന്റ് വിളിക്കുന്ന പേര് പോൾ. ഓക്കെ, യെസ്. സെന്റർ ഓഫ് കർവേച്ചർ എന്താ? ഏത് സ്ഫിയറിന്റെ ഭാഗമാണോ അത്, അതിന്റെ സെന്റർ അല്ലെ, ആ സെന്ററിൽ നിന്ന് പോളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് പോളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, ഈ കാണുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇതിനെ വിളിക്കുന്ന പേരെന്താ? പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് വെച്ചാൽ എന്താ? സെന്റർ ഓഫ് ദ സ്ഫിയർ ആണ്. സെന്റർ ഓഫ് ദ സ്ഫിയർ. അതിന്റെ അകത്തു നിന്നാണ് നമ്മൾ ആരെ കട്ട് ചെയ്തെടുത്തത്? ഈ കാണുന്ന മിററിനെ കട്ട് ചെയ്തെടുത്തത്. ക്ലിയർ അല്ലേ? അപ്പൊ സെന്റർ ഓഫ് കർവേച്ചർ ഈസ് ദ സെന്റർ ഓഫ് ദ ഹോളോ സ്ഫിയർ ഫ്രം വിച്ച് മിറർ വാസ് കട്ട്. ഓക്കെ, യെസ്. നോക്കിക്കോ, റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് സെന്റർ ഓഫ് ദ കർവേച്ചർ. ഓക്കെ അല്ലേ? യെസ്. പ്രിൻസിപ്പൽ ഫോക്കസ് പറയാൻ പോവാം. ഓക്കെ, ശ്രദ്ധിച്ചോ, തിരിച്ചു വാ. നമ്മൾ പറഞ്ഞ പോയിന്റിലേക്ക് എല്ലാം തിരിച്ചു വരുന്ന നോക്ക്. അപ്പർച്ചർ പറഞ്ഞു, പോള് പറഞ്ഞു, പ്രിൻസിപ്പൽ ആക്സിസ് പറഞ്ഞു. പ്രിൻസിപ്പൽ ആക്സിസ് ഒന്നുകൂടെ പറയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ അങ്ങ് അവിടേക്ക് പോയത്. നോക്കാം എങ്ങനെയാണ്. പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ മിറർ ഈസ് straight line connecting the pole of the mirror and the center of curvature of the mirror. ഇവിടെ നിന്നാണ് നമ്മൾ പോയത്. സോ തിരിച്ചു വരുന്നു. നോയിക്കോണേ, ഇതാണ്ട് ഇവിടെ ഞാൻ ആരെ വരച്ച് നമ്മുടെ കോൺവെക്സ് മിററിനെ വരച്ചു അല്ലെ. കോൺവെക്സ് മിററിനെ വരച്ചു. ഈ കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് ഒരു സ്ഫിയറിന്റെ പാർട്ടാണ്. നമുക്കറിയാം, അവിടുന്ന് കട്ട് ചെയ്തതാണ്. ശരിയല്ലേ? ഇതിനൊരു സെന്റർ ഉണ്ട്. ആ സെന്ററിൽ നിന്ന് നമ്മുടെ പോളിലേക്ക് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അത് നമുക്കറിയാം. എന്നാൽ നോക്കിക്കോണേ, സെന്റർ, പോള് ഇവർ തമ്മിൽ കണക്ട് ചെയ്തു പോകുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ നമ്മൾ വരച്ചാൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പറഞ്ഞോ? പ്രിൻസിപ്പൽ ആക്സിസ്. നോക്ക്, പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ മിറർ ഈ സ്ട്രേറ്റ് ലൈൻ കണക്ടിങ് ദ പോൾ ഓഫ് ദ മിറർ. പോൾ ഇവിടെയുണ്ട്, സെന്റർ ഓഫ് കർവേച്ചർ ഇവിടെയുണ്ട്. ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രേറ്റ് ലൈൻ വിളിക്കുന്ന പേരെന്താണ്? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കും. പ്രിൻസിപ്പൽ ആക്സിസ്. ക്ലിയർ ആണോ? പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലല്ലോ. നോക്കിയേ, കോൺകേവ് മിറർ ഏതാ? ഇതാണ് കോൺകേവ് മിറർ. ഫിഗർ ചെയ്യും. കോൺവെക്സ് മിററിന്റെ ഫിഗർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലേ? പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലെന്ന് വിചാരിച്ചോട്ടെ. സെറ്റാണേ. യെസ്. പോള് പറഞ്ഞു, സെന്റർ ഓഫ് കർവേച്ചർ പറഞ്ഞു. നോക്കിക്കോണേ, ഒന്നുകൂടെ എല്ലാം ഒന്ന് ഉറപ്പിക്കുകയാണ്. എല്ലാം ഉറപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചോണേ, ഉറപ്പിക്കാം. പിടിച്ചു. ഇപ്പൊ ഞാൻ വരച്ചത് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? നിങ്ങൾ പറ. കോൺകേവ് ആണ് അല്ലെ. ഇപ്പൊ വരച്ചത് കോൺകേവ് മിററാണ്. കോൺകേവ് മിററിന്റെ ഫിഗർ ആണ് ഈ വരച്ചിരിക്കുന്നത്. കോൺകേവ് മിററിന്റെ ഫിഗർ വരച്ചു.
ഓക്കെ അല്ലേ? ഇത്രയും സാധനത്തെ നമ്മൾ ഇതിനെ ഇവിടെ തൊട്ട് ഇവിടെ വരെ നമ്മൾ വിളിക്കുന്ന പേര് എന്തെന്നാണ്? അപ്പർച്ചർ എന്നാണ് വിളിക്കുന്നത്. അപ്പർച്ചർ അല്ലേ? ഒന്നാമത്തെ ആൾ അപ്പർച്ചർ ആണെന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ? രണ്ടാമത് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ആളുടെ പേര് പോൾ എന്നാണ്. പോള് അതാരാ? ഈ കാണുന്ന അപ്പർച്ചറിന്റെ മിഡ് പോയിന്റ് ആയിട്ട് വരുന്ന ആളെ വിളിക്കുന്ന പേരാണ് പോള്. ഓക്കെ അല്ലേ? പോൾ അപ്പർച്ചറിന്റെ മിഡ് പോയിന്റ്. ഓക്കെ അല്ലേ? നോക്കിയേ, ഈ കാണുന്ന മിറർ എന്ന് പറയുന്ന ഒരു സ്ഫിയറിന്റെ ഭാഗമാണ്. നമുക്ക് മനസ്സിലായി, ഒരു സ്ഫിയറിന്റെ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്ഫിയറിന് ഒരു സെന്റർ ഉണ്ട് അല്ലെ? സെന്റർ ഉണ്ട്. ആ സെന്ററിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്തുവാ? സെന്റർ ഓഫ് കർവേച്ചർ. എന്ത് വിളിക്കും? സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ അല്ലേ? ഈ കാണുന്ന സെന്റർ ഓഫ് കർവേച്ചറും നമ്മുടെ പോളും ഇതിനകത്തോടെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കാൻ കഴിയുന്ന ഒരു ലൈൻ ഉണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സസ്. എന്ത് വിളിക്കും? പ്രിൻസിപ്പൽ ആക്സസ് എന്ന് വിളിക്കും. പ്രിൻസിപ്പൽ ആക്സസ്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഈ സെന്റർ ഓഫ് കർവേച്ചർ തൊട്ട് ശ്രദ്ധിച്ചോണേ, സെന്റർ ഓഫ് കർവേച്ചർ തൊട്ട് പോള് വരെയുള്ള ഈ ഒരു ദൂരത്തെ നമ്മൾ വിളിക്കുന്ന പേര്, ഇതൊരു റേഡിയസ് സ്ഫിയറിന്റെ അല്ലെ? ഇതിനെ എന്ത് വിളിക്കും? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കും അല്ലെ? അഞ്ചാമത്തെ എന്താ അപ്പോൾ അത്? റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ. ഇത്രയും സാധനം സെറ്റായോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? അപ്പർച്ചർ എന്ന് വെച്ചാൽ ഈ കണ്ണാണ് അല്ലെ? ആ മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസിന് വിളിക്കുന്ന പേരാണ്. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള റിഫ്ലക്റ്റിംഗ് സർഫസിന് വിളിക്കുന്ന പേര് അപ്പർച്ചർ. ഓക്കെ അല്ലേ? അപ്പർച്ചറിന്റെ മിഡ് പോയിന്റ് നമുക്ക് പോൾ എന്ന് വിളിക്കാം അല്ലെ? പോൾ വിളിക്കാം. ഈ മിറർ എന്ന് പറയുന്നത് ഏത് സ്ഫിയറിന്റെ ഭാഗമാണോ അതിന്റെ സെന്ററിനെ നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കും. ശരിയല്ലേ? സെന്റർ ഓഫ് കർവേച്ചറും പോളും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. അതിനെ വിളിക്കുന്ന പേര് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ അല്ലേ? സെന്റർ ഓഫ് കർവേച്ചർ തൊട്ട് പോൾ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ വിളിക്കുന്ന പേര് റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ ആണോ? പ്രശ്നമില്ലെന്നാണ് വിചാരിക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെയാണ്, പ്രശ്നമില്ലെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, യെസ്. തിരിച്ചു റേഡിയസ് ഓഫ് കർവേച്ചർ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്. ശ്രദ്ധിച്ചോണേ. യെസ്, എന്താ പ്രിൻസിപ്പൽ ഫോക്കസ് നോക്കാം. നോക്കിക്കോണേ. ഇത് നമ്മുടെ മെയിൻ ആക്സിസ്, അതായത് പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടല്ലോ. അതായത് വന്ന ലൈറ്റ് ഇന്ററാക്ട് ചെയ്യുന്നു. റിഫ്ലക്ഷന് ശേഷം നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിൽ ഒരു പോയിന്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യും. അതിന്റെ ഫിഗർ ഞാൻ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കോണേ, ഇതാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. നോക്കിയേ, ഇങ്ങനെ വന്നൊരു ലൈറ്റ് ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ പോയി. കണ്ടോ? ഈ പ്രിൻസിപ്പിൾ നോക്കി, ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. എല്ലാവർക്കും അറിയാം, പോളും സെന്റർ ഓഫ് കർവേച്ചറിലൂടെ കണക്ട് ചെയ്യുന്ന പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പൊ നോക്കിയേ, വന്ന ലൈറ്റ് റിഫ്ലക്ഷന് ശേഷം നമ്മുടെ മെയിൻ ആക്സിസിൽ ഒരു പോയിന്റ് ഇന്ററാക്ട് ചെയ്തു. കണ്ടോ? ഇങ്ങനെ വന്ന ലൈറ്റ് ഇവിടെ ചെന്ന് ടച്ച് ചെയ്തിട്ട് ഇന്ററാക്ട് ചെയ്തു. കണ്ടോ? ഇതിനിങ്ങനെ വന്നിട്ട് ഇതുവഴി ഇങ്ങനെ പോയി ഇന്ററാക്ട് ചെയ്തു. മനസ്സിലായോ? ഈ ഒരു പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഒന്നുകൂടെ നോക്കിക്കോ, എന്താ പ്രിൻസിപ്പൽ ഫോക്കസ്? നോക്കിക്കോ, ഉറപ്പിച്ചോ, നോക്ക്. യെസ്, എന്താ? ദിസ് ഈസ് എ സ്പെസിഫിക് പോയിന്റ് ഓൺ ദ മെയിൻ ആക്സിസ്. മെയിൻ ആക്സിസിനകത്തെ ഒരു പോയിന്റ് ആണ്. നോക്കിക്കോണ്ടത് ഇങ്ങനെ ഒരു പോയിന്റ് ആണ്. അതായത് വന്ന ലൈറ്റ് ഇവിടെ വന്ന് തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്തത് വഴിയാണ് പോയത്. അപ്പൊ ഇവിടെ ഇന്ററാക്ട് ചെയ്തു. മനസ്സിലായോ? വന്ന ലൈറ്റ് ഇതുവഴിയാണ് പോയത്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന ലൈറ്റ് ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് ഇതുവഴി ഇങ്ങനെ പോയി. ശരിയല്ലേ? അപ്പൊ പ്രിൻസിപ്പൽ ആക്സിസിനകത്ത് ഇത് ഇന്ററാക്ട് ചെയ്യുന്ന ആ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. മനസ്സിലായോ? പിടികിട്ടിയോ? പ്രശ്നമില്ല, ഈസിയാണ്. പ്രിൻസിപ്പൽ ഫോക്കസ് മനസ്സിലായോ? അവിടെ നമുക്ക് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളിപ്പം വരച്ചതേ ഉള്ളൂ. ആരെ? പ്രിൻസിപ്പൽ ഫോക്കസിനെ വരച്ചതേ ഉള്ളൂ. ഇവിടെയാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഉള്ളത്. ഈ പ്രിൻസിപ്പൽ ഫോക്കസ് തൊട്ട് നമ്മുടെ പോൾ വരെയുള്ള ഒരു ദൂരം ഉണ്ടല്ലോ, ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോക്കൽ ലെങ്ത്. എന്ന് വിളിക്കും ഫോക്കൽ ലെങ്ത്. എന്ന് വിളിക്കും ഫോക്കൽ ലെങ്ത്. മനസ്സിലായോ? ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് എന്ന് വെച്ചാൽ അപ്പൊ എന്താ? ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആരൊക്കെയാ? പോളും പ്രിൻസിപ്പൽ ഫോക്കസും തമ്മിലുള്ള ദൂരത്തെ വിളിക്കുന്ന പേരാണ് പറഞ്ഞോ ഫോക്കൽ ലെങ്ത്. ക്ലിയർ അല്ലേ? പ്രശ്നമില്ലല്ലോ? പ്രശ്നമില്ലെന്ന് വിചാരിച്ചോട്ടെ. നോക്ക്, ഉറപ്പിയില്ലേ? നോക്ക്, ശ്രദ്ധിക്കണേ. ഇതാണ് വീണ്ടും ഞാൻ വരയ്ക്കുന്നു ഒരു കോൺകേവ് മിറർ. ഇനി ആർക്കും ഒരു തരത്തിലുള്ള സംശയം ഉണ്ടാവരുത്. ശ്രദ്ധിച്ചോ. ഈ വരച്ചിരിക്കുന്ന പോളാണ്, ആർക്കും സംശയമില്ല. ഇവിടെ വരച്ചിരിക്കുന്ന സെന്റർ ഓഫ് കർവേച്ചർ ആണ്, ഒരു സംശയമില്ല. നോക്കിക്കോണേ, പോളായി സെന്റർ ഓഫ് കർവേച്ചർ. ഇങ്ങനെ ഒരു ലൈറ്റ് വന്നു അല്ലെ, റിഫ്ലക്ട് ചെയ്ത് ഇതിലേക്കൂടെ കടന്നുപോയി. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വരയ്ക്കുന്നത് ആരെയാണ്? ഫോക്കസ് അല്ലെ, പ്രിൻസിപ്പൽ ഫോക്കസ്. ഇത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ് ഈ കാണിക്കുന്നത്, ഇങ്ങോട്ട് വരച്ചിരിക്കുന്നത്. ഓക്കെ ആണ്, ഇതിനകത്ത് സംശയമൊന്നുമില്ല. ശ്രദ്ധിച്ചോണേ. നോക്കിക്കോണേ, സി തൊട്ട്, അതായത് സെന്റർ ഓഫ് കർവേച്ചർ തൊട്ട് പോൾ വരെയുള്ള ദൂരം, ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ദൂരത്തെ നമ്മൾ വിളിക്കുന്ന പേര് റേഡിയസ് ഓഫ് കർവേച്ചർ. എന്ത് വിളിക്കും? റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ ആണോ? സംശയമൊന്നുമില്ല. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ദൂരത്തെ വിളിക്കുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇനി നോക്കിക്കണേ, നമ്മുടെ പ്രിൻസിപ്പൽ ഫോക്കസ് ഇവിടം തൊട്ട് പോൾ വരെയുള്ള ദൂരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ശ്രദ്ധിക്കണം, ഫോക്കൽ ലെങ്ത്. എന്ത് വിളിക്കും? ഫോക്കൽ ലെങ്ത്.
മനസ്സിലായ? ഫോക്കൽ ലെങ്ത് നോക്കിക്കോണേ. ഈ ലൈറ്റ് വന്ന് ഇവിടെ നിന്നാണ്, ശരിക്കും ഇവിടെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കാന്ന് വിചാരിക്കാൻ. നോക്കി ഇപ്പോൾ ഒരു മരമായിരുന്നു, ആ മരത്തിനകത്ത് വന്ന ലൈറ്റാണ് ഇവിടെ വന്ന് തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്ത് അല്ലെ ഇവിടെ ഇമേജ് ആയിട്ട് വരണം. ഓക്കെ ആണോ? പിടി കിട്ടുന്നുണ്ടോ? ഞാൻ ചുമ്മാ വരച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അല്ലെ. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് അല്ലെ, ഈ ഒബ്ജക്റ്റിനകത്തുനിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ വിളിക്കുന്നത് ഒരു ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്നായിരിക്കും. ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ അല്ലേ? ഇമേജ് ഫോം ചെയ്ത സ്ഥലത്തേക്ക്, അതായത് ഈ പറഞ്ഞ ശ്രദ്ധിച്ചോണെ, പോളിൽ നിന്ന് നമ്മൾ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് വരയ്ക്കും, ശരിയല്ലേ? അതിന് വിളിക്കുന്നവരാണ് ഇമേജ് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിന് വിളിക്കുന്നവർ ഒബ്ജക്ട് ഡിസ്റ്റൻസ്. മനസ്സ് വെച്ചോണം. ഓക്കെ ആണോ? പ്രശ്നമില്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. തിരിച്ചു വാ ഓരേ. യെസ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് ഓക്കെ ആയെന്നാ വിചാരിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞ എല്ലാം സെറ്റായി ഒന്ന്. യെസ്. ഓക്കെ. അപ്പർച്ചർ എന്താണെന്ന് പറഞ്ഞു, എല്ലാവർക്കും ഓക്കെ ആയി. അപ്പർച്ചർ എന്താണ്? അപ്പർച്ചർ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് ദ മിററിനെ വിളിക്കുന്ന പേര് അപ്പർച്ചർ. ഓക്കെ അല്ലേ? പോൾ എന്താണ്? മിഡ് പോയിന്റ് ഓഫ് റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ് പോൾ. പ്രിൻസിപ്പൽ ആക്സിസ് എന്താണ്? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വെച്ചാൽ എന്താ? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ടല്ലോ, സെന്റർ ഓഫ് കർവേച്ചറും അതുപോലെ തന്നെ പോളും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രേറ്റ് ലൈൻ ആണ്. സെന്റർ ഓഫ് കർവേച്ചറും പോളും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രേറ്റ് ലൈൻ ആണ്. ഓക്കെ അല്ലേ? യെസ്. കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ എല്ലാവർക്കും തിരിച്ചറിയാൻ അറിയാം. പോള് പറഞ്ഞു, സെന്റർ ഓഫ് കർവേച്ചർ പറഞ്ഞു, റേഡിയസ് ഓഫ് കർവേച്ചർ പറഞ്ഞു. ഓക്കെ അല്ലേ? റേഡിയസ് ഓഫ് കർവേച്ചർ പറഞ്ഞു, പ്രിൻസിപ്പൽ ഫോക്കസ് പറഞ്ഞു, നമ്മൾ ഫോക്കൽ ലെങ്ത് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? യെസ്. ഇനി ശ്രദ്ധിച്ചോണേ, ഒരു കോൺവെക്സ് മിററിന്റെ കേസിൽ എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയാൻ പോവാ. ശ്രദ്ധിച്ചോണേ. നോക്കിയേ, ഫിഗർ നോക്കിയേ, കോൺവെക്സ് മിററിന്റെ ഫിഗർ വരച്ചിട്ട് നോക്കിയേ, കറക്റ്റ് ആണ് നോക്കിയതാ ഇങ്ങനെ വരച്ചു. റഫ് സർഫസ് ഇവിടെ ആയിട്ട് വരച്ചു, ശരിയല്ലേ? അപ്പൊ അത് റിഫ്ലക്റ്റിംഗ് എല്ലാം നമുക്കറിയാം, റഫാണ് അല്ലെ? നോക്കിയതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. ഇവിടെ പോൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ? നോക്കാം, നമ്മുടെ ലൈറ്റ്, ഇൻകമിങ് ലൈറ്റ് എന്ന് പറഞ്ഞ ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് റേ വരച്ചിട്ടുണ്ട്. 6 എണ്ണമാണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, നമ്പർ നടത്തുന്ന ഒരു കാര്യമില്ല. ഓക്കെ അല്ലേ? ഇങ്ങനെ വന്ന ലൈറ്റ് ശ്രദ്ധിച്ചോണേ, ഇവിടെ വന്ന് ടച്ച് ചെയ്തു, ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാം. കണ്ടോ? ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. നോക്കിയേ, ഇവിടെ വന്ന് ടച്ച് ചെയ്ത് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന കാണാം. ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഈ വരച്ച ഫിഗറിനകത്ത് പ്രത്യേകത ശ്രദ്ധിച്ചോണേ, പ്രത്യേകത ഞാൻ ഇതൊന്നുകൂടെ വരയ്ക്കാണ് പ്രത്യേകത ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വരച്ചു. ഇവിടെ റഫാണ്. ഓക്കെ അല്ലേ? ഒരു ലൈറ്റ് വന്നു, ആ ലൈറ്റ് വന്നിട്ട് ഇവിടെ ടച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്ത് പോയി. ഇൻസിഡന്റ് ലൈറ്റ് നോക്കി, അടുത്ത ലൈറ്റ് ഇങ്ങനെ വന്നു, ഇവിടെ ടച്ച് ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ട് പോയി. നോക്കിക്കോണേ, സോറി. യെസ്, ഇങ്ങനെയാണ് വന്നത്. ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, പച്ച വെച്ച് കാണിക്കുന്നുണ്ട്, പച്ച വെച്ചിട്ട്. ഓക്കെ, യെസ്. ഇങ്ങനെ വന്നു. ഓക്കെ അല്ലേ? ഇങ്ങോട്ട് പോയി. ഓക്കെ ആണോ? വന്നതാണ് ഈ കണ്ടത്. നിങ്ങൾ നോക്കിയേ, നമ്മൾ പഠിച്ചു വെച്ച് ഇത് പോളാണ്, ശരിയല്ലേ? യെസ്. നോക്ക്, അങ്ങോട്ട് സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. ഓക്കെ, ഇത് പ്രിൻസിപ്പൽ ആക്സിസ് ആണെന്ന് മനസ്സിലായി, ശരിയല്ലേ? അതായത് പോളും സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് പോകുന്ന ലൈനാണ് ഈ കാണുന്നതാണ് സ്ട്രേറ്റ് ലൈൻ. ഓക്കെ അല്ലേ? പ്രിൻസിപ്പൽ ആക്സിസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ നോക്കിയ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്ന് ഈ ലൈറ്റ് എല്ലാം ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ട് ഈ പ്രിൻസിപ്പൽ ആക്സിസിൽ ഒരു പോയിന്റ് ഇവർ ഇന്ററാക്ട് ചെയ്യേണ്ടതല്ലേ? പക്ഷെ ഈ ഫിഗറിനകത്ത് ഇന്ററാക്ട് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ വന്ന് വരച്ചത് നോക്കി, ഇതിന്റെ ബാക്കി ഇങ്ങോട്ട് വരച്ചു ചേർത്ത്, ഇങ്ങനെ വരച്ചു ചേർത്ത്, കണ്ടോ? ഇങ്ങനെ വരച്ചത്. ഇപ്പൊ എന്തായി? ഈ ലൈൻസ് അല്ല, അതായത് ഈ വന്ന റിഫ്ലക്റ്റഡ് റേ എല്ലാം തിരിച്ചു പോകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, വന്നു പോകുന്നു അല്ലെ? അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവർ ദൂരത്തേക്ക് അകന്നു പോകുന്നതായിട്ടാണ് പോകുന്നത്. നമ്മുടെ തോന്നലാണിത്, ശ്രദ്ധിക്കണേ. ഈ ഒരു പോയിന്റിൽ നിന്ന് ദൂരത്തേക്ക് അകന്നു പോകുന്നതായിട്ടല്ലേ തോന്നുന്നു. നോക്കി വന്നു, ശരിക്കും ഇവിടെ നിന്നാണ് പോയത്, പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് എല്ലാവരും ദൂരത്തേക്ക് പോകുന്നതായിട്ടല്ലേ തോന്നുക, ആണല്ലോ? ഇതാണ്, ശ്രദ്ധിച്ചോണേ, ഇതാണ് നമ്മുടെ ഫോക്കസ്, ശരിയല്ലേ? ഇതാണ് നമ്മുടെ ഫോക്കസ്. ഈ ഫോക്കസ്, അതായത് നമ്മുടെ പ്രിൻസിപ്പൽ ഫോക്കസ് ഇവിടെയാണ് വരിക. ഓക്കെ ആണോ? ശ്രദ്ധിച്ചോണേ. നോക്കിയേ, പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് മിറർ പറയാം. നോക്കിയേ, എ നാരോ പാരലൽ ബീം ഓഫ് ലൈറ്റ് വന്നു, പാരലൽ ആൻഡ് ക്ലോസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് വളരെ ക്ലോസ് ആയിട്ടാണ് വന്നത്. ആഫ്റ്റർ റിഫ്ലക്ഷൻ ആണ് ഈ കാണുന്നത്. റിഫ്ലക്ഷൻ 1, 2, 3, 4, 5, 6 റിഫ്ലക്ഷൻ ഇവിടെ ഉണ്ട്, ശരിയല്ലേ? നമുക്ക് തോന്നുന്നത് അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം എ പോയിന്റ്. നോക്കി, ഒരു പോയിന്റിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ തോന്നുന്നു, ശരിയല്ലേ? ആണോ? എവിടെയാണുള്ളത്? പ്രിൻസിപ്പൽ ആക്സിസിനകത്തുള്ള. പ്രിൻസിപ്പൽ ആക്സിലുള്ള ഈ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ആരുടെയാ? കോൺവെക്സ് മിററിന്റെ. മനസ്സിലായോ? അപ്പൊ കോൺവെക്സ് മിററിന്റെ നോക്കിയേ,
കോൺവെക്സ് മിറർ ആണ് ഈ കാണുന്ന. കോൺവെക്സ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് ആണ് ഈ കാണുന്ന. ഈ പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് ലൈറ്റ് അകന്ന് പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്, ദൂരേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചോണേ. അടുത്തത് നോക്കിയോ, അടുത്ത ആരുടെ പറഞ്ഞേ? പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ. കോൺകേവ് മിററിന്റെ കാര്യം പറയാൻ പോകുന്നേ. ശ്രദ്ധിച്ചോണേ. ഇതാ ലൈറ്റ് ഒരെണ്ണം വന്നു. ഈ കാണുന്നതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെ. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്ന ലൈറ്റ് ഈ മിററിന്റെ അപ്പുറത്തിൽ വന്ന് വേണ്ടിട്ട് റിഫ്ലക്ട് ചെയ്ത് പോവാണ്. അങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോകുന്ന വഴിക്ക് അവരെല്ലാം കൂടെ ഒരു പോയിന്റ് കൂടി ചേർന്ന്, അതാണ് ഈ പോയിന്റ്. അതായത് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിനകത്ത് ഈ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഈസിയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി. നോക്കിയേ, എ നാരോ പാരലൽ ബീം ഓഫ് ലൈറ്റ് പാരലൽ ആൻഡ് ക്ലോസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ കൺവേർജസ്, കൂടിച്ചേരുന്നു ഈ ഒരു പോയിന്റിലേക്ക് കൂടിച്ചേരുന്നു. കൺവേർജസ് ടു എ ഫിക്സഡ് പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് കോൾഡ് വിളിക്കുന്ന പേരെന്തുവാ? പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺകേവ് മിറർ അല്ലെ. ഇതിനെ വിളിക്കുന്ന പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺകേവ് മിറർ എന്നാണ് വിളിക്കുക. ഓക്കെ അല്ലെ? ഇത്രയും കാര്യങ്ങൾ സെറ്റായോ? ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നോക്കിയിരിക്കേണ്ട, പഠിച്ചു വെച്ചേക്കേണ്ട ഒരാളുണ്ട്. അതിന് വിളിക്കുന്ന പേര് സൈൻ കൺവെൻഷൻ എന്നാണ്. സൈൻ കൺവെൻഷൻ നമുക്ക് ആവശ്യമുള്ളതാണ്. ശ്രദ്ധിച്ചോണേ. ഈ കാണുന്ന ഒരു മിറർ ആണ്, അത് നിങ്ങൾക്ക് മനസ്സിലായി. ഈ കാണുന്നതിന്റെ പോളാണ്, അത് നിങ്ങൾക്ക് മനസ്സിലായി, പോളാണ്. ഓക്കെ അല്ലേ? നോക്കിയേ, ശ്രദ്ധിച്ചോണേ. ഇതിപ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് കാണുമ്പോൾ നമ്മുടെ ഒരു തോന്നൽ വെച്ചിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഇപ്പം ഞാൻ വരച്ചിരിക്കുന്ന കോൺകേവ് ആണ്, കോൺകേവ് മിറർ ആണ്. ഓക്കെ അല്ലെ? പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് പറയണം? ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റിനെ വെക്കണം, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന് ഇവിടെ വെക്കണം. ശരിയാണോ? ആണ്. ആ ഒബ്ജക്റ്റിനകത്ത് ഒരു ലൈറ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കണേ. കോൺകേവ് ആയാലും ശ്രദ്ധിച്ചോണേ. യെസ്, കോൺകേവ് ആയാലും കോൺവെക്സ് ആയാലും നമ്മൾ ഇൻസിഡന്റ് ലൈറ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതായിട്ട് തന്നെ എല്ലായ്പ്പോഴും എടുക്കുക. ശ്രദ്ധിച്ചോണേ, മനസ്സിൽ വെച്ചോണേ. എന്താണ് ഇൻസിഡന്റ് ലൈറ്റ്? എപ്പോഴാ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതായിട്ടായിരിക്കും നമ്മൾ എടുക്കുക. ഓക്കെ അല്ലേ? അപ്പം ഇൻസിഡന്റ് ലൈറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതായിട്ട് എടുക്കും. ഓക്കെ അല്ലേ? നോക്ക്, ഇവിടെയാണല്ലോ നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ആ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം നമ്മൾ മെഷർ ചെയ്യേണ്ടത് എവിടെ നിന്നാണെന്നറിയാവോ? പോളിൽ നിന്നാണ്. ഇതാണ് പോളിൽ നിന്നാണ് മെഷർ ചെയ്യേണ്ടത്. അതായത് എല്ലാ ഡിസ്റ്റൻസും നമ്മൾ മെഷർ ചെയ്യുന്ന പോളിൽ നിന്നാണ്. ശ്രദ്ധിക്കണം, ഇതാണ് പോള്. പോളിൽ നിന്നാണ്. പോളിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക. കാര്യം എന്താ? ഇവിടെയാണ് ഒബ്ജക്റ്റ് ഇരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയേ, പോളിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മെഷർ ചെയ്യുന്നു, ഇൻസിഡന്റ് ലൈറ്റിന്റെ ഓപ്പോസിറ്റ്. അങ്ങനെയുള്ള ദൂരത്തെയെല്ലാം നമ്മൾ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. ശ്രദ്ധിക്കുക, ഇതാണ് പോയിന്റ്. ഡിസ്റ്റൻസ് അഗനിസ്റ്റ് ഇൻസിഡന്റ് ലൈറ്റ്, അതെങ്ങനെ എടുക്കേണ്ടത്? നെഗറ്റീവ്. മനസ്സിലായോ? ഇപ്പൊ എന്തൊക്കെ? ഇതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം യു ആണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കാവുള്ളൂ? മൈനസ് യു. യു ആണ് അല്ലേ? പക്ഷെ നമ്മൾ എന്താ എടുക്കാവുള്ളൂ? മൈനസ് യു. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരം മൈനസ് യു. എന്താ മൈനസ് വരാൻ കാര്യം? നോക്കിയേ, ഇൻസിഡന്റ് ലൈറ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സൈൻ കൺവെൻഷൻ നമ്മൾ പറഞ്ഞ ഇൻസിഡന്റ് ലൈറ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, അതുകൊണ്ട് മൈനസ് യു. ഓക്കെ അല്ലേ? നോക്കിയേ, ഇവിടെ ഇങ്ങനെ ലൈറ്റ് വന്ന് ടച്ച് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഇമേജ് ഫോർമേഷൻ ഉണ്ടായെന്ന് വിചാരിക്കും. അങ്ങനെ ഇമേജ് ഉണ്ടായിരിക്കുന്ന ഇവിടെയാണെങ്കിൽ നോക്കി, അന്നേരം നമ്മൾ എല്ലാ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഇവിടുന്ന് പോളുന്നത്. അപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടാ? ലെഫ്റ്റിലോട്ടാണ് മെഷർ ചെയ്യേണ്ടി വരിക. അങ്ങനെയാണ് ഇവിടുത്തെ ഇമേജ് നമുക്ക് എന്തേ കിട്ടും? ഇമേജ് ഡിസ്റ്റൻസ് എന്നെ കിട്ടും? മൈനസേ കിട്ടും. മനസ്സിലായോ? എന്നാൽ ഇതേ സ്ഥാനത്ത് നമ്മളിവിടെ വരച്ചിരിക്കുന്നത് കോൺവെക്സ് ആണെങ്കിലോ അല്ലെ, ലൈറ്റ് വരുന്നു, ഇവിടെ ടച്ച് ചെയ്യുന്നു, ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യുന്നു. പക്ഷെ നമുക്ക് എന്താ തോന്നുക? ഈ ഒരു പോയിന്റിൽ നിന്ന് അല്ലെ, ഇവിടെ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ പോകുന്നതായിട്ടല്ലേ? അപ്പൊ ഇതല്ലേ നമ്മുടെ ഫോക്കസ്? നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടി വരെ പോളിൽ നിന്ന് റൈറ്റിലേക്കല്ലേ? അപ്പൊ നോക്കിയ ഡിസ്റ്റൻസ് അലോങ് ദ ഇൻസിഡന്റ് ലൈറ്റ് എങ്ങനെ എടുക്കുക? പോസിറ്റീവ്. അതായത് ലൈറ്റ് വന്ന അതേ ഡയറക്ഷൻ നമ്മൾ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്തായിട്ട് എടുക്കണം? പോസിറ്റീവ്. മനസ്സിലായോ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉള്ളതോ? നെഗറ്റീവ്. മനസ്സിലായോ? ഓക്കെ അല്ലേ? നോക്കിയേ, യെസ്. ഹൈറ്റ് അപ്വേർഡ്, നമ്മൾ മെഷർ ചെയ്യുന്ന ഹൈറ്റ് മുകളിലേക്കുള്ളത് പോസിറ്റീവായിട്ടും താഴേക്ക് മെഷർ ചെയ്യുന്നത് നെഗറ്റീവായിട്ട് എടുക്കണം. ഈ 4 കാര്യം ഓർത്തോണം. റെഡിയല്ലേ? യെസ്. നമുക്ക് ഒന്നുകൂടെ ഉറപ്പിക്കാം. ശ്രദ്ധിച്ചോണേ, ഒന്നുകൂടെ ഉറപ്പിക്കാം. ശ്രദ്ധിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് നോക്കണേ. യെസ്, ഇതാണ് ഇവിടെ പോളാണ്. ഓക്കെ അല്ലേ? നമ്മുടെ ഹൈറ്റ് മുകളിലേക്കാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഹൈറ്റ് മെഷർ ചെയ്യുന്നത് അല്ലെ, അപ്വേർഡ് മെഷർ ചെയ്യുന്നതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കണം. ഓക്കെ അല്ലേ? താഴേക്ക് എന്തെങ്കിലും മെഷർ ചെയ്യാണ്ടെങ്കിൽ, നമുക്ക് മെഷർ ചെയ്യാനുള്ളതുണ്ടെങ്കിൽ അതെല്ലാം എന്തായിട്ട് എടുക്കണം? നെഗറ്റീവ്. മനസ്സിലായോ? ഹൈറ്റ് മെഷർഡ് അപ്വേർഡ്സ് പോസിറ്റീവ്, ഡൗൺവേർഡ് എന്തായിട്ട് എടുക്കണം? നെഗറ്റീവ്. ഓക്കെ അല്ലേ? നോക്കിക്കോണേ, ഡിസ്റ്റൻസ് നോക്കി, ഇതാണ് പോള്. പോളിൽ നിന്ന് വലത്തോട്ട് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എല്ലാം പോസിറ്റീവ്. വലത്തോട്ട് എന്തെങ്കിലും ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യേണ്ടിരുന്നാൽ പോസിറ്റീവ്. ഇവിടുന്ന് ഇടത്തോട്ട് മെഷർ ചെയ്യേണ്ടി വരുന്ന എല്ലാ ഡിസ്റ്റൻസും എന്താണ്? നെഗറ്റീവ്. മനസ്സിലായോ? അതായത് നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് നെഗറ്റീവ്. ഇമേജ് ഇവിടെയാണ് ഉണ്ടായതെങ്കിൽ പോളിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് നെഗറ്റീവ്. നോക്കിക്കോണേ, ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുകയാണ്, ഇമേജ് ഫോം ചെയ്ത് ഇവിടെയാണ് വിചാരിക്കും, ഇമേജ് ഫോം ചെയ്ത് ഇവിടെയാണ് വിചാരിക്കും. അപ്പൊ നമ്മൾ മെഷർ ചെയ്യേണ്ടി വരിക വലത്തോട്ട് മെഷർ ചെയ്യുന്നില്ല പോസിറ്റീവ്, ഇടത്തോട്ട് മെഷർ ചെയ്യുന്നില്ല നെഗറ്റീവ്, മുകളിലേക്കുള്ളത് പോസിറ്റീവ്, താഴോട്ടുള്ളത് നെഗറ്റീവ്. മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്.
ഓക്കെ അല്ലേ? തിരിച്ചു പോവാ. സൈൻ കൺവെൻഷൻ നോക്ക് ഒന്നുകൂടെ നോക്ക്. ഒബ്ജക്റ്റ് ലെഫ്റ്റിലാണ് ഇരിക്കുന്നത്, ഇൻസിഡന്റ് ലൈറ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് വരുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് അഗൈൻസ്റ്റ് ഇൻസിഡന്റ് ലൈറ്റ്, അതായത് ഇൻസിഡന്റ് ലൈറ്റിന്റെ അതേ ഡയറക്ഷൻ വരുന്ന ഇൻസിഡന്റ് ലൈറ്റ് ഇങ്ങോട്ട് അതേ ഡയറക്ഷൻ വരുന്ന എല്ലാം പോസിറ്റീവ്. ഇവിടുന്ന് വലത്തോട്ട്. ഓപ്പോസിറ്റ് ആണെങ്കിലോ എഗനിസ്റ്റ് ആയിട്ട് വരുന്നതാണെങ്കിലോ നെഗറ്റീവ്. ഓക്കെ അല്ലേ? ആണല്ലോ. മുകളിലേക്കുള്ളതോ ഹൈറ്റ് സപ്പോർട്ട്സ് ആണെങ്കിൽ പോസിറ്റീവ്, ഡൗൺവേർഡ്സ് ആണെങ്കിലോ നെഗറ്റീവ്. ക്ലിയർ? പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലെന്നാണ് വിചാരിക്കുന്നത്, സെറ്റായെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, യെസ്. ശരി, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, വായിച്ചു നോക്കാം. Which phenomenon occurs when light rays bounce back after striking a shiny surface? അതായത് ലൈറ്റ് വരുന്നു, ഒരു സർഫസിലേക്ക് വരുന്നു അല്ലേ, ടച്ച് ചെയ്യുന്നു, അവിടുന്ന് തിരിച്ച് അതേ സർഫസിലേക്ക് അല്ലേ ബൗൺസ് ബാക്ക് ചെയ്യാണ്, തിരിച്ചു വരികയാണ്. അതിനെ വിളിക്കുന്ന പേരെന്താ നോക്കിയേ? റിഫ്രാക്ഷൻ ആണോ? അല്ല. റിഫ്ലക്ഷൻ അല്ലേ? റിഫ്ലക്ഷൻ ആണ്. അബ്സോർപ്ഷൻ ഡിസ്പേർഷൻ ഒന്നും അല്ല. ആൻസർ എന്താ? റിഫ്ലക്ഷൻ. നമ്മൾ പഠിച്ചു നമുക്കറിയാം, ഈസി. അടുത്ത ചോദ്യം വായിക്കും. What is the imaginary line drawn perpendicular to the reflecting surface at the point of incidence called? നോക്കിയേ, ഇതാണ് നമ്മുടെ സർഫസ്. ആ സർഫസിലേക്ക് ഇൻസിഡന്റ് ലൈറ്റ് വരുന്നു. ഇൻസിഡന്റ് ലൈറ്റ് ഇവിടെയാണ് ടച്ച് ചെയ്തത്. ഓക്കെ, ഇതാണ് ഇൻസിഡന്റ് റേ. അവിടേക്ക് നമ്മളൊരു ഇമാജിനറി ലൈൻ വരയ്ക്കില്ലേ? അല്ലെ? ആണോ? നമ്മുടെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വരച്ച ഇമാജിനറി ലൈനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? നോർമൽ എന്നല്ലേ? ആണോ? നോർമൽ ആണല്ലോ, ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ ഇമാജിനറി ലൈൻ ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ റിഫ്ലെക്റ്റിംഗ് സർഫസ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആണ് വിളിക്കുന്ന പേര്. ഇൻസിഡന്റ് റേ അല്ല, റിഫ്ലെക്റ്റഡ് റേ അല്ല, നോർമൽ എന്നാണ്. എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. നോക്കി, അടുത്ത ചോദ്യം വായിച്ചോ, ഉത്തരം കിട്ടുന്ന നോക്കിക്കോ. അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ പഠിച്ചു, നമുക്കറിയാം ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 35 ഡിഗ്രി ആണ്. വാട്ട് ഈസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? നമുക്കറിയാവുന്ന കാര്യം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 35 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഉറപ്പായിട്ടും 35 ഡിഗ്രി ആയിരിക്കും. 35 ഡിഗ്രി എന്നാണ് ഉത്തരം വരുന്നത്. എല്ലാവർക്കും ഓക്കെയാണ്? പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം. ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് നോർമൽ ഈസ് നോൺ ആസ് ആംഗിൾ ആണ് അറിയേണ്ടത്. നോക്കിക്കോണേ, ഇതാണ് നമ്മുടെ സർഫസ്. ആ സർഫസിലേക്ക് ആര് വരുന്ന? ഇൻസിഡന്റ് റേ വരുന്നു. ഈ ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരെന്ത്? ഈ ആംഗിളിനെ വിളിക്കുന്ന പേരെന്തുവാ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പം എന്താ വിളിക്കുന്ന പേര്? ഇൻസിഡന്റ് റേ ആണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, റിഫ്ലക്റ്റഡ് റേ ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ അല്ലേ? ഓക്കെയാണ്? യെസ്. നോക്കിയാട്ടെ. ദ സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഇൻസിഡന്റ് റേ, നിങ്ങൾക്കറിയാം റിഫ്ലക്റ്റഡ് റേ പരിചയമുണ്ട്, ആൻഡ് നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഓൾ ലൈ ഇൻ ദ, ഓൾ എവിടെ വരുന്നത്? പാരലൽ ലൈൻസ് ആയിട്ട് വരുന്നു. തെറ്റ്. ഡിഫറെന്റ് പ്ലെയിൻസ് തെറ്റ്. സെയിം പ്ലെയിൻ ശരിയാണ്. കർവ്ഡ് സർഫസ് തെറ്റ്. സെയിം പ്ലെയിനിലല്ലേ വരുന്നത്? നിങ്ങൾക്കറിയാം ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ, ഇവരെല്ലാം എവിടെ വരേണ്ടത്? സെയിം പ്ലെയിനിലാണ് വരേണ്ടത്. ഇവരെല്ലാം സെയിം പ്ലെയിനിൽ വരുന്നു. അതാണ് സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ. ഈസിയാണ്. നമ്മുടെ തിയറി എല്ലാം നമ്മൾ ഉറപ്പിക്കുകയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുക വഴി. ഓക്കെ, നോക്കാം. പ്രധാനപ്പെട്ട കാര്യം, ഇൻ ഒപ്റ്റിക്സ് ദർ ഇസ് എ ഡയറക്റ്റ് സിമ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ട്. ആരൊക്കെ തമ്മിലാണെന്നറിയോ? ഫോക്കൽ ലെങ്ത്. ഇപ്പൊ ഫോക്കൽ ലെങ്ത് എന്താണെന്ന് നമുക്കറിയാം. 2 റേഡിയസ് ഓഫ് കർവേച്ചർ, ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്. അതെന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇനി കോൺകേവ് ആയാലും കോൺവെക്സ് മിറർ ആയാലും ഈ റിലേഷൻ പഠിച്ചോണം. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയാണ്. എന്താണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്ന? റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയാണ്. അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്ന 2 ടൈംസ് ഫോക്കൽ ലെങ്ത് ആണ്. ഒന്ന് ശ്രദ്ധിച്ചത് എന്താ സംഗതി എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ പറഞ്ഞതും പഠിച്ചതും ഒക്കെ എന്തൊക്കെയാ പഠിച്ചു വെച്ചിരിക്കുന്നത്? നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഈ കാണുന്നത് മിറർ, ഇവിടെ പോളുണ്ട്, ശരിയല്ലേ? ഇവിടെ സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. ഓക്കെ ആണോ? സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ദൂരത്തെ വിളിക്കുന്ന റേഡിയസ് ഓഫ് കർവേച്ചർ ആണല്ലോ. നോക്കിയേ, ഒരു ലൈറ്റ് വന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് ഈ വഴി കൂടെ, അതായത് പ്രിൻസിപ്പൽ ഐസോലേറ്റഡ് പോയിന്റിലൂടെ ആയിരിക്കും പോകുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഫോക്കൽ ലെങ്ത് അല്ലെ? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കും. അവിടേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫോക്കൽ ലെങ്ത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന റിലേഷൻഷിപ്പ് ആരൊക്കെ തമ്മിൽ? ഈ റേഡിയസ് ഓഫ് കർവേച്ചറും, അതായത് ഇവിടം തൊട്ട് ശ്രദ്ധിക്കണം, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം. ഓക്കെ അല്ലേ? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം ഇവർ തമ്മിലുള്ള ബന്ധമാണ്. അതായത് കോൺകേവ് അതുപോലെ കോൺവെക്സ് 2 മിററുകളിലും ശ്രദ്ധിച്ചോണേ. മിററുകളിലും നിങ്ങൾ നോക്ക്, വലുതാര? റേഡിയസ് ഓഫ് കർവേച്ചർ.
ശരിയല്ലേ? ആണല്ലോ, ആണ്. ചെറുതാര ഫോക്കൽ ലെങ്ത്, ഇവർ തമ്മിലുള്ള ബന്ധമാണ്. അതായത് ഈ ഫോക്കൽ ലെങ്ത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള 2 വട്ടം ആക്കിയാൽ, ഞാൻ ഈ വരച്ചിരിക്കുന്ന ഫിഗറിനെ തെറ്റാ, 2 ഫോക്കൽ ലെങ്ത് വെച്ചാൽ എന്ത് കിട്ടും? 2 ഫോക്കൽ ലെങ്ത് വെച്ചാൽ എന്ത് കിട്ടും? 2 ഫോക്കൽ ലെങ്ത് വെച്ചാൽ എന്ത് കിട്ടും? റേഡിയസ് ഓഫ് കർവേച്ചർ കിട്ടും. അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ നേരെ പകുതി എടുത്താൽ എന്ത് കിട്ടും? ഫോക്കൽ ലെങ്ത് കിട്ടും. മറക്കരുത്, മറക്കാതെ പഠിച്ചോണം. ഫിഗറോട് വരച്ചത് മനസ്സിൽ കൃത്യമായിട്ട് പതിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ ഇത് ഈ ഫോക്കൽ ലെങ്തിന്റെ 2 ഇരട്ടിയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ വരേണ്ടത്. റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ നേരെ പകുതി ആയിരിക്കണം ഫോക്കൽ ലെങ്ത് വരേണ്ടത്. കിട്ടിയോ? ഓക്കെ അല്ലേ? പ്രശ്നമുണ്ടോ? പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് ബോൾ വരെയുള്ള ഡിസ്റ്റൻസിന് വിളിക്കുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്. ഓക്കെ അല്ലേ? യെസ്, അതാണ് ഈ പറഞ്ഞ പോയിന്റ്. ഒന്നുകൂടെ ഉറപ്പിക്കണം. ഇതാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്ന റേഡിയസ് ഓഫ് കർവേച്ചറിന് നേരെ പകുതി, അല്ലെങ്കിൽ റേഡിയസ് കർവേച്ചർ എന്ന് പറയുന്ന 2 വട്ടം ഫോക്കൽ ലെങ്ത് എടുത്ത് വെച്ചാൽ കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ? നോക്കാം. യെസ്, നോക്കിക്കോ. ചോദ്യം ഇതാണ്: വാട്ട് ഈസ് മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫോക്കൽ ലെങ്തും അതുപോലെ റേഡിയസ് ഓഫ് കർവേച്ചർ തമ്മിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് എന്ത്? നമ്മുടെ മനസ്സിൽ വരണം. റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് വലുത്, 6 അല്ലെ? അത് ഫോക്കൽ ലെങ്തിന് 2 വട്ടം പിറക്കി വെച്ചാൽ കിട്ടും. അപ്പം R = 2 times F. ഇതാണ് നമ്മുടെ റിലേഷൻ. അങ്ങനെയാണെങ്കിൽ F = നമുക്കറിയാലോ, F = എന്തെന്നാ കിട്ടണ്ടേ? R/2 എന്നാണ് കിട്ടേണ്ടത്. F = R/2 ഉണ്ടോ നോക്ക്. F എന്നുള്ള ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ F = R/2 ആണ് പറയേണ്ടത്. ഇതാണ് ആൻസർ. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ? പ്രശ്നമില്ല. നോക്കിയാട്ടെ അടുത്തത്. ഇഫ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ കോൺകേവ് മിററിന്റെ കാര്യമാണ് പറയുന്നത്. കോൺകേവ് മിററിന്റെ പടമൊക്കെ വരയ്ക്കാൻ നിങ്ങൾക്കറിയാം. ചുമ്മാ നമുക്കൊന്ന് വരയ്ക്കാം. ഇതാണ് കോൺകേവ് മിറർ. ഓക്കെ, ആ കോൺകേവ് മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയും. നോക്കുക, ഇവിടെ തൊട്ട് ഇവിടം വരെ 40 സെന്റിമീറ്റർ ആണ്. 40 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് ആണ് നമുക്കറിയേണ്ടത്. ഫോക്കൽ ലെങ്ത് ശ്രദ്ധിച്ചോണേ. ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ നേരെ പകുതിയായിരിക്കും. 40 എന്നതിന്റെ നേരെ പകുതി 40/2 എടുത്താൽ മതി അല്ലേ? എന്ത് കിട്ടും? 20 സെന്റിമീറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ ആണോ? യെസ്. നോക്കാം. ഈ റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട് 40 സെന്റിമീറ്റർ. അതിന്റെ നേരെ പകുതി ആയിരിക്കും എന്ത്? ഫോക്കൽ ലെങ്ത്. അപ്പൊ എത്ര കിട്ടണ്ടേ? 20 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ? പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. ഇവിടെ പ്രത്യേകിച്ച് സൈൻ കൺവെൻഷനോ അതുമായി ബന്ധപ്പെട്ട കാര്യമൊന്നും അല്ല, നെഗറ്റീവോ പോസിറ്റീവ് ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അത് നോക്കിക്കോണേ. ഇവിടെ കോൺവെക്സ് മിററിന്റെ കാര്യം പറഞ്ഞത്. കോൺവെക്സ് മിറർ ഹാസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് 12 സെന്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് എത്ര? 12 സെന്റിമീറ്റർ. അപ്പൊ F തന്നിട്ടുണ്ട്, 12 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് കർവേച്ചർ കാണാൻ പറഞ്ഞ R = 2 times FL ആണ്. അപ്പൊ 2 × 12 എന്ന് കിട്ടും. 24 സെന്റിമീറ്റർ എന്നാണ് കിട്ടേണ്ടത്. ഉണ്ടോ നോക്കാം. 24 സെന്റിമീറ്റർ. നിങ്ങൾക്ക് ഓക്കെ അല്ലേ? എ കോൺവെക്സ് മിറർ ഹാസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് 12 സെന്റിമീറ്റർ. വാട്ട് ഈസ് റേഡിയസ് ഓഫ് ഹോളോ സ്ഫിയർ ഫ്രം വിച്ച് ദ മിറർ വാസ് കട്ട്? ഓക്കെ അല്ലേ? യെസ്, റേഡിയസ് ഓഫ് കർവേച്ചർ എന്തായിരിക്കും? 24 സെന്റിമീറ്റർ ഉള്ളതിന് അന്നാണ് കട്ട് ചെയ്തിട്ട് അല്ലേ 12 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ഈ കോൺവെക്സ് മിറർ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അർത്ഥം. ഓക്കെ, യെസ്. ശ്രദ്ധിച്ചോണേ. ഡിസ്റ്റൻസ് ഫ്രം പോൾ ഓഫ് എ സ്ഫെറിക്കൽ മിറർ ടു ഇറ്റ് സെന്റർ ഓഫ് കർവേച്ചർ. പോളിൽ നിന്ന് നോക്കി, ഇത് പോളിൽ നിന്ന് സെന്റർ ഓഫ് കർവേച്ചറുള്ള ദൂരത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്തോ? ഇതിനെ വിളിക്കുന്ന പേരെന്തോ? റേഡിയസ് ഓഫ് കർവേച്ചർ. ശരിയല്ലേ? റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പർച്ചർ എന്താണെന്ന് നമുക്കറിയാം. ഫോക്കൽ ലെങ്ത് ആണ് നമുക്ക് എന്തറിയാം അല്ലേ? പ്രിൻസിപ്പൽ ആക്സിസ് എന്താണെന്ന് നമുക്ക് വൃത്തിയായിട്ട് അറിയാം. നമുക്ക് ശ്രദ്ധിച്ചോണേ. യെസ്, ചോദ്യം ശ്രദ്ധിക്കുക. അക്കോർഡിംഗ് ടു കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷന് തന്നിട്ടുണ്ട് കോൺകേവ് മിററിന്റെ കാര്യമാണ്. വിത്ത് റേഡിയസ് ഓഫ് കർവേച്ചർ 30 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. സോ കോൺകേവ് മിററിന്റെ ഫിഗർ വരയ്ക്കുകയാണ്. ശ്രദ്ധിച്ചോണേ, വരച്ചു. കോൺകേവ് ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട്. ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ദൂരം അല്ലേ? സെന്റർ ഓഫ് കർവേച്ചർ തൊട്ട് പോൾ വരെയുള്ള ദൂരം എത്രയാണെന്ന് തന്നിരിക്കുന്നത്? 30 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ആണ്. നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ട? ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ നോക്കി, ഈ തന്നിരിക്കുന്ന എന്തുവാ? റേഡിയസ് ഓഫ് കർവേച്ചർ R 30 സെന്റിമീറ്ററിനാ തന്നിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഡിസ്റ്റൻസ്, എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യുന്നത് എവിടെ നിന്നാണ്? പോളിൽ നിന്ന്. അപ്പൊ പോളിൽ നിന്ന് ശരിക്കും ഈ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങോട്ടാണ് മെഷർ ചെയ്യേണ്ടി വരിക? ലെഫ്റ്റിലേക്കാണ്. സോ നമുക്കിപ്പോൾ R = 30 സെന്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് എത്ര വരണ്ടേ? -30 എന്നാ വരണ്ടേ. കാര്യം എന്താ? ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ്. ഓക്കെ അല്ലേ? ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, നമുക്ക് എന്താ കിട്ടണ്ടേ? R തന്നിട്ടുണ്ട്. F എന്താ കാണണ്ടേ? R/2 എന്നല്ലേ ചെയ്യേണ്ടത്? ആണ്. -30/2 എന്നല്ലേ ചെയ്യേണ്ടതാണ്. എത്ര കിട്ടുന്നത്? 15. -15 സെന്റിമീറ്റർ എന്നല്ലേ കിട്ടുന്നത്? ഉറപ്പായിട്ടും ആണ്. അപ്പൊ -15 സെന്റിമീറ്റർ എന്ന് കിട്ടുക. പ്രത്യേകം ശ്രദ്ധിക്കണം. +15 വന്നിട്ടുണ്ട്. -15 ആണ് ഉത്തരം. ഓക്കെ അല്ലേ? സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പോളിൽ നിന്നാണ് എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യുന്നത്. പോളിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മെഷർ ചെയ്യേണ്ടി വരും. ഇവിടെ കോൺകേവ് മിററാണ്. ഓക്കെ ആണോ? പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലെന്നാണ് വിചാരിക്കുന്നത്. ആൻസർ മനസ്സിലായി. -15 സെന്റിമീറ്റർ എന്നാണ് കിട്ടുക. ഓക്കെ,
അടുത്ത നോക്ക്, ഇഫ് എ സ്പെറിക്കൽ മിറർ ഹാസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് 0.5, ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്, എത്ര തന്നിരിക്കുന്നത് 0.5 മീറ്റർ തന്നിട്ടുണ്ട്. എന്താ കാണേണ്ടത്? റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. 2 ടൈംസ് എഫ് ആണ്. സോ 2 × 0.5 ചെയ്താൽ നമുക്ക് കിട്ടുക ആൻസർ 1 എന്നാണ്, 1 മീറ്റർ എന്നാണ് ഉത്തരം. ഉത്തരം ശരിയാണ്, 1 മീറ്റർ. ഉത്തരം കിട്ടിയ 1 മീറ്റർ കിട്ടും. ഓക്കെ, നോക്ക് ചോദ്യം നോക്കാം. ഇഫ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ മിറർ ഈസ് ഡബിൾഡ്, വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്? ഫോക്കൽ ലെങ്തിന് എന്ത് സംഭവിക്കും നോക്കിക്കോണേ. നമുക്ക് ഇവർ തമ്മിലുള്ള ബന്ധം അറിയാമല്ലോ. എന്താണ്? R = 2 ടൈംസ് എഫ് എന്നാണ് നമുക്കറിയാം. ശരിയല്ലേ? യെസ്. ഓക്കെ, നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ ഡബിൾ ആകുന്നു, എന്ത് സംഭവിക്കും എന്നാണ് അറിയേണ്ടത്. ഓക്കെ, യെസ്. അപ്പോൾ R = 2 ആണ്. അങ്ങനെയാണ് F = എന്താണെന്ന് കിട്ടുന്നത്? F = R/2 എന്നാണ് കിട്ടുക. നമുക്കറിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധം അറിയാലോ, അതുകൊണ്ടാണ് അങ്ങനെ ഇത് ആണല്ലോ. R = 2 F = R/2. ഓക്കെ, നോക്ക് എന്താ നോക്കിയേ, എന്താ നോക്കുന്നത്? റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് മിറർ ഡബിൾ ആയി, റേഡിയസ് ഓഫ് കർവേച്ചർ ഡബിൾ ആയി. അപ്പൊ നോക്കണേ, പുതിയ ഫോക്കൽ ലെങ്ത് F' ശ്രദ്ധിച്ചോണേ 2 ടൈംസ് R/2 എന്നാണ് ഞാൻ എഴുതുക. കാര്യം എന്താ? റേഡിയസ് ഡബിൾ ആയി. റേഡിയസ് ഡബിൾ ആയിട്ടുണ്ട്, നോക്കിയോണേ, റേഡിയസ് ഡബിൾ ആയിട്ടുണ്ട്. നോക്കി, റേഡിയസ് ഡബിൾ ആവുകയാണെ 2 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 ടൈംസ് R ആയിട്ട് മാറി, അതുകൊണ്ട് അങ്ങനെ എഴുതിയേക്കുന്നത്. അങ്ങനെ നമുക്ക് F' = 2 × R/2 എന്ന് കിട്ടി. ഓക്കെ, ഇതിനകത്ത് ഈ R/2 എന്ത്? R/2 F അല്ലേ. അപ്പൊ F' = പഴയതിന്റെ കൂടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നു. ഓക്കെ, ഇത് പഴയത് F, അങ്ങനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ക്ലിയർ അല്ലേ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ വേറെ ഒരുപാട് ചാപ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മാത്രമേ തോന്നും. ഞാൻ ഇത്രയും പറയേണ്ട ആവശ്യമില്ല, അതിന് മുമ്പ് ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ടാവും ഒരുപാട് പേര്. അപ്പം പുതിയ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പഴയ ഉള്ളതിന്റെ ഡബിൾ ആയിട്ട് മാറി. അതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. സോ ഇറ്റ് ബിക്കംസ് 4 ടൈംസ് തെറ്റ്, റിമെയിൻസ് അൺചേഞ്ച്ഡ് തെറ്റ്, ഇറ്റ് റെഡ്യൂസ്ഡ് ഹാഫ്, ഇറ്റ് ഈസ് ഓൾസോ ഡബിൾഡ്. ഇറ്റ് ഈസ് ഓൾസോ ഡബിൾഡ് എന്നുള്ളതാണ് ഉത്തരം. ശരിയല്ലേ? എന്താ സംഭവിച്ചത്? റേഡിയസ് ഓഫ് കർവേച്ചർ R എന്നുള്ളത് എന്തായിട്ട് മാറി? 2R ആയിട്ട് മാറി. അപ്പൊ ഫോക്കൽ ലെങ്ത് F എന്നുള്ളത് 2F ആയിട്ട് മാറി. ഇതാണ് ഇവിടുന്ന് കിട്ടുന്ന ആശയം. ഓക്കെ അല്ലേ? ഒരു പ്രശ്നമില്ലല്ലോ, സെറ്റാണേ. യെസ്. അടുത്ത നോക്കിക്കോണേ, മിറർ ഫോർമുല പഠിക്കാൻ പോവാം. മിറർ ഫോർമുല നോക്ക്. ഫോർ എനി സ്പെറിക്കൽ മിറർ, കോൺകേവോ കോൺവെക്സോ എന്ത് തന്നെയായാലും നമുക്ക് ഇങ്ങനെ റിലേഷൻ ഉപയോഗിക്കാം. എന്താ? 1/F = 1/U + 1/V + 1/U. എന്താണ്? 1/V + 1/U. തിരിച്ചും വായിക്കാം. 1/F = 1/U + 1/V. ഇതിനെ വിളിക്കുന്ന പേരെന്തോ? മിറർ ഫോർമുല എന്നാണ് വിളിക്കുക കേട്ടോ. മിറർ ഫോർമുല എന്നാണ് വിളിക്കുക, മിറർ ഫോർമുല. ഓക്കെ അല്ലേ? ഇതിനകത്ത് ഓരോരുത്തർ പരിചയം ഉണ്ടോ? എന്തൊക്കെയാ? U എന്ന് പറയുന്നത് ഒബ്ജക്ട് ഡിസ്റ്റൻസ്, നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ? ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എവിടെ നമ്മൾ മെഷർ ചെയ്യുന്ന പോളിൽ നിന്ന് അല്ലേ? ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്ട് ഫ്രം പോൾ ഓഫ് ദ മിറർ. നോക്കി, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വരയ്ക്കുകയാണ് ഞാൻ. നോക്കി, ഇവിടെയാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ആ ഒബ്ജക്റ്റ് തൊട്ട് പോളിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെ? പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് അത് U. ശരിയല്ലേ? ഇമേജ് ഈ ഒരു ഭാഗത്താണ് ഫോം ചെയ്തെങ്കിൽ നോക്കിയാൽ അടുത്ത എന്താണ്? V എന്ന് പറയുന്നതാണ് ഇമേജ് ഡിസ്റ്റൻസ്. ഇതാ ഇവിടെ നിന്നിട്ട് ഇവരുടെ ദൂരം, ഇവിടെ മുതൽ ഇവിടെ വന്നിരിക്കുന്ന പോളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫ്രം ദ പോൾ ഓഫ് ദ മിറർ. ഓക്കെ, ഇവിടെ തൊട്ട് ഇവിടെ ഉള്ളത് ഇമേജ് ഡിസ്റ്റൻസ്, ഇവിടെ തൊട്ട് ഇവിടെ ഉള്ളത് ഒബ്ജക്ട് ഡിസ്റ്റൻസ്. മനസ്സിലാവുന്നുണ്ടോ? F എന്താണ്? ഫോക്കൽ ലെങ്ത്, ഡിസ്റ്റൻസ് ഓഫ് ദ ഫോക്കസ് ഫ്രം ദ പോൾ. ഓക്കെ, അറിയാവുന്ന കാര്യമല്ലേ? അപ്പൊ നമുക്ക് ഇക്വേഷൻ ഒന്ന് പഠിച്ചോണം, ഇത് നോക്കി വെച്ചോണം. 1/F = 1/U + 1/V എന്ന് വായിക്കാം, 1/V + 1/U എന്ന് പഠിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? യെസ്, ക്ലിയർ ആണെന്ന് വിശ്വസിക്കണേ, പ്രശ്നമില്ല. യെസ്, നോക്ക്. ഇൻ ദ മിറർ ഫോർമുല വാട്ട് ഡസ് ദ വേരിയബിൾ U എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഒബ്ജക്ട് ഡിസ്റ്റൻസിനെ അല്ലേ? ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഫ്രം ദ പോൾ ആണ്. ഓക്കെ, ഈസി. അക്കോർഡിംഗ് ടു കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ആണ് ദ ഒബ്ജക്ട് ഡിസ്റ്റൻസ് U ഓൾവേസ് ടേക്കണം. ശ്രദ്ധിച്ചോണേ, പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നോക്കണേ, ഇവിടെ 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 ഇത് കോൺകേവാ വരച്ചിരിക്കുന്നത്. ഇനി കോൺവെക്സ് വരച്ചാൽ നമ്മൾ ഇങ്ങനല്ലേ വരയ്ക്കുന്നത് ആണല്ലോ. എല്ലായ്പ്പോഴും ലൈറ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്നതായിട്ടല്ലേ നമ്മൾ മാർക്ക് ചെയ്യുക. ലെഫ്റ്റിൽ നിന്ന് നോക്ക്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്നതായിട്ടാണ് മാർക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? ഈ കേസിലെല്ലാം നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഇവിടെ, എല്ലാ ഡിസ്റ്റൻസ് നമ്മൾ പോളിൽ നിന്ന് മെഷർ ചെയ്യുന്നത്. അപ്പം പോളിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മെഷർ ചെയ്യേണ്ടി വരും ഈ 2 കേസിലും. അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തേ കിട്ടും? നമുക്ക് എല്ലായ്പ്പോഴും നെഗറ്റീവേ കിട്ടും. ഉറപ്പിക്കണം, ശ്രദ്ധിക്കണേ. യെസ്, കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ വെച്ചിട്ട് നമുക്ക് എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചോണേ, ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ? കുഴപ്പമൊന്നുമില്ല, സെറ്റ്. നോക്ക്, വിച്ച് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കറക്റ്റ്ലി റെപ്രസെന്റ്സ് ദ മിറർ ഫോർമുല പഠിച്ചല്ലോ. 1/F = 1/U + 1/V + 1/U. നോക്ക്, ഇഫ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ മിറർ ഈസ് ഡബിൾഡ്, വാട്ട് ഹാപ്പൻസ് വിത്ത് ഫോക്കൽ ലെങ്ത്? ഫോക്കൽ ലെങ്തിന് എന്ത് സംഭവിക്കും? റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്തുമായിട്ടുള്ള ബന്ധമാണ്. നോക്ക്, യെസ്, റേഡിയസ് ഓഫ് കർവേച്ചർ എന്തായി? ഡബിൾ ആയി, 2R ആയിട്ട് മാറി. ഫോക്കൽ ലെങ്ത് എന്ത് സംഭവിക്കും? ഇതല്ലേ നമ്മൾ ചെയ്ത് ഫോക്കൽ ലെങ്ത് എന്ത് സംഭവിക്കും? നമ്മൾ കണ്ടതാണ്, 2 ടൈംസ് ആയിട്ട് മാറും. നമ്മൾ പഠിച്ചതാണ്. ഓക്കെ അല്ലേ? ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല, നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ അല്ലേ? ആണോ? If the radius of curvature of a mirror is doubled, what happens to focal length? Focal length double ആയിട്ട് മാറും. ഓക്കെ, യെസ്. മാഗ്നിഫിക്കേഷൻ ആണ് മാഗ്നിഫിക്കേഷൻ ഫോർമുല. എന്താണ് ഈ മാഗ്നിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് നോക്കാം. നോക്കണേ, മാഗ്നിഫിക്കേഷൻ ടെൽസ് യു ഹൗ ലാർജ്, എത്ര വലുതായി അല്ലെ എത്ര ചെറുതായി ദ ഇമേജ് കമ്പയർഡ് ടു ആക്ച്വൽ ഒബ്ജക്റ്റ്. നോക്കി, ഇപ്പം ഞാൻ ഇവിടെ ചെറിയൊരു ഒബ്ജക്റ്റിനെ വെച്ചു.
അല്ലേ? നമ്മൾ എന്നിട്ട് എന്ത് ചെയ്ത് ഒരു മിററിനകത്തോട്ട് പോയി, എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇമേജ് ഫോർമേഷൻ നടന്നു, ശരിയല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതാണ് ശരിക്കുള്ള ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്, ഇതാണ് പുതുതായിട്ടുണ്ടായ ഇമേജിന്റെ ഹൈറ്റ്, ഇവർ തമ്മിലുള്ള റേഷ്യോ എടുക്കും. മനസ്സിലായി? അന്നേരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഒബ്ജക്റ്റിനെക്കാട്ടി എത്ര വലുതായിട്ടാണ് നമുക്ക്, അല്ലെ, എത്ര വലുതായിട്ടാണ് ഒബ്ജക്റ്റിനായിട്ട് എത്ര വലുതായിട്ടാണ് ഇമേജ് ഉള്ളത്, അല്ലെ തിരിച്ച്, അല്ലെ നമ്മുടെ ഒബ്ജക്റ്റിനെക്കാട്ടി എത്ര ചെറുതായിട്ടാണ് ഇമേജ് ഉള്ളത്, അല്ലെ? ഇതിനെ കമ്പയർ ചെയ്യുന്ന നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നിഫിക്കേഷൻ. നമുക്ക് മാഗ്നിഫിക്കേഷൻ ടെൽസ് യു ഹൗ ലാർജ് ഓർ സ്മോൾ ദ ഇമേജ് കമ്പയർഡ് ടു ആക്ച്വൽ ഒബ്ജക്റ്റ്. ആക്ച്വൽ ഒബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇമേജ് എത്ര വലുതാണ് എത്ര ചെറുതാണെന്ന് പറയാൻ വേണ്ടിയാണ് മാഗ്നിഫിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഇമേജ് ടു ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഹൈറ്റ് ഓഫ് ഇമേജും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും തമ്മിലുള്ള റേഷ്യോ ആണ്. ഹൈറ്റ് ഓഫ് ഇമേജും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും തമ്മിലുള്ള റേഷ്യോ നമ്മൾ വിളിക്കുന്ന പേര് മാഗ്നിഫിക്കേഷൻ എന്നാണ്. നമ്മൾ ഇതിനെ എങ്ങനെ എഴുതാറുണ്ട്? നോക്ക്, ഇതെന്താ ഇമേജ് ഡിസ്റ്റൻസ്, ഇതെന്താണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, അല്ലെ? ഇതിന്റെ ഫോമുല എഴുതാറുണ്ട്. ഓക്കെ, -v/u എന്നും ഈ റിലേഷനും പഠിച്ചോണം കേട്ടോ. HA/HOയും -v/u പഠിച്ചോണേ. ഇമേജ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവും കൂടെ ചേർത്താണ്. ഓക്കെ, യെസ്. HI എന്താ ഹൈറ്റ് ഓഫ് ദ ഇമേജ്, HO എന്താ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഈസി ആണേ. പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലേ? സെറ്റാണേ.